ഷലോം. ഞാൻ റീന ഫ്രാൻസിസ് യെരൂശലേമിൽ നിന്നും. സഹോദരങ്ങളെ, ഒരു മിനിറ്റ്, എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ കാറ്റത്ത് പറന്ന് കോളമാകുന്നുണ്ട് എത്രയൊക്കെ കെട്ടിവെച്ചാലും. ഓക്കെ, ഞാൻ നേരത്തെ ലൈവിൽ വന്നിട്ട് പോയതാണ്. ഇപ്പോഴും ഒന്ന് ലൈവിൽ കയറിയാൽ മതി എന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ഫോണിൻ്റെ ക്ലാരിറ്റിയൊക്കെ കൊള്ളാവോ? നല്ല രസമില്ലേ? ഓക്കെ, ഞാൻ ട്രാഫിക്ക് നിൽക്കുകയാണ്. ട്രാഫിക് സിഗ്നൽ ഒന്ന് കഴിയട്ടെ, ഞാൻ അപ്പുറത്തോട്ടൊന്ന് കടക്കട്ടെ. എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റിയൊക്കെ ഉണ്ടോ പ്രിയ സഹോദരങ്ങളെ? അതോ നെറ്റ് കണക്ഷൻ കാരണം? ഓക്കെ, ഞാൻ ഇന്ന് അപ്പുറത്തോട്ട് കടക്കട്ടെ. ഷലോം ഷലോം ഷലോം. ഓക്കെ, പുതിയ വെരി ക്ലിയർ, അടിപൊളി. നമ്മുടെ ടൈം സന്ധ്യയാണ്. നൈറ്റ് മോഡിൻ്റെ ക്യാമറയ്ക്ക് ഞാൻ എന്ത് ചെയ്യണം? അതും കൂടി പഠിച്ചിരിക്കണം. നമ്മുടെ രാത്രി നമ്മുടെ യെരൂശലേം അയ്യോ, എനിക്ക് ഭയങ്കര ക്ലാരിറ്റി ആണല്ലോ. ബാക്ക് ക്യാമറ 50 മെഗാ പിക്സലിന്റെ ക്യാമറ എന്തേ വർക്കാകാത്ത? ക്ലിയർ ഉണ്ട്, പക്ഷെ എന്നാലും വെട്ടം കുറവ് പോലെ എനിക്ക് ഫീൽ ആകുന്നു. ഇല്ലേ? ഇനിയിപ്പം നൈറ്റ് വിഷന് പറ്റുവാവോ? ഓക്കെ, എന്തായാലും നോക്കാം നമുക്ക്. വെട്ടമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. നമ്മുടെ ഐ ലവ് ജെറൂസലേം. മൈ ഹാർട്ട് ഈസ് ഡാൻസിങ് ഇൻ ജെറൂസലേം. മൈ ഹാർട്ട് ഈസ് ഡാൻസിങ് ഇൻ ജെറൂസലേം. മൈ ഹാർട്ട് ഈസ്. അയ്യോ, ഞാൻ ഭയങ്കരമായിട്ട് കളർഫുള്ളായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ കർത്താവ് ക്യാമറയിൽ. എന്നെ കളർഫുള്ളാക്കാനാണോ ക്യാമറ? ഇസ്രായേൽ ജെറുസലേമിനെ കളർഫുള്ളാക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ക്യാമറ എന്നെ അങ്ങ് കളർഫുള്ളാക്കുക. നമ്മുടെ മൈ ഹാർട്ട് ഈസ് ഡാൻസിങ് ഇൻ ജെറുസലേം. മൈ ഹാർട്ട്. ഇല്ല ചേച്ചി, ക്ലിയർ ആണോ? വെട്ടക്കുറവുണ്ട്. വെട്ടക്കുറവുണ്ട്. എന്നിലോട്ട് വന്നപ്പോഴത്തേക്കും വെട്ടം വന്നുണ്ടോ? എന്നെ കണ്ടപ്പോൾ യെരൂശലേമിൽ മൊത്തത്തിലൊരു വെളിച്ചം. ഒറ്റയ്ക്കായിട്ട് യെരൂശലേമിനെ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും വെളിച്ചത്തിന് ഒരു ചെറിയ പന്തികേട്. അപ്പം എന്താ കാറ്റേ കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ. ഇപ്പോൾ യെരൂശലേം. ഐ ലവ് ജെറൂസലേം. ഒരു പിക്ക് ഇപ്പം എടുത്താൽ അടിപൊളിയായിരിക്കും അല്ലേ? നമുക്ക് സൂപ്പർ അല്ലേ? ഐ ലവ് ജെറൂസലേം. ഞാനിത് അറിഞ്ഞില്ലായിരുന്നല്ലോ ഇങ്ങനെ ഒരു പിക്ക് എടുക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ലൈവ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പിക്ക് എടുക്കാം, ഒരു സെൽഫി. ഐ ലവ് ജെറൂസലേം എന്ന് പറഞ്ഞിട്ട് ഫുള്ള് കിട്ടുന്നുണ്ടോ? അടിപൊളിയല്ലേ? തൊട്ട് ആ ലവിൻ്റെ തൊട്ട് പുറകിൽ തന്നെ മകൻ ദാവീദ്, ഇസ്രായേലിൻ്റെ ഫ്ലാഗ്, പിന്നെ ഐ ലവ് ജെറൂസലേം. അടിപൊളിയല്ലേ? അത് നല്ല മാച്ചാണല്ലേ? നമുക്ക് ഇങ്ങനെ തന്നെ എടുത്തേക്കാം. ഒരു മിനിറ്റ്, എന്ത് പറ്റിയോ ആവോ? ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. തിരിച്ചു വന്നു. ഞാൻ വിചാരിച്ചു കട്ടായി പോയെന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ ക്യാമറയിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഇനി തൊട്ട് നമ്മൾ ഈ ഫോണിലായിരിക്കും വീഡിയോകൾ എടുക്കുന്നത്. ലൈവ് പിന്നെ കട്ടായി പോകും എന്നുള്ള, ലൈവ് നെറ്റിൻ്റെ പ്രോബ്ലത്തിൽ കട്ടായി പോയാലേ ഉള്ളൂ. അല്ലാതെ ഫോൺ ചീത്തയായിട്ട്
നല്ല പൊന്നു മോനോ ബേസിൽ മാത്യു. യെരുശലേം എന്നാണ്. അങ്ങനെ ഊർശലേം എന്ന് വരുന്നത് യെരുശലേം എന്നാണ്. ഓക്കെ ഓക്കെ, ഞാൻ ബാക്ക് ഒന്ന് കാണിക്കട്ടെ. ഫോണിലെ ബ്രൈറ്റ്നെസ് എങ്ങനെ കൂട്ടാനാ മോനെ ഭാവിഷേ? ബാക്ക് ക്യാമറ എടുത്തിട്ട്. ഇപ്പൊ വന്നു. വാവ്, ഇതെങ്ങനെ വന്നു? അയ്യോ, എന്നെ കണ്ടതിന് ശേഷമാണോ ക്യാമറയ്ക്ക്? ഒരു മിനിറ്റ്, ഞാൻ ഇങ്ങനെ തിരിച്ചു നോക്കട്ടെ. വാവ്, ഇപ്പൊ വന്നു. എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? ഇപ്പൊ എവിടെയുണ്ട് നമ്മുടെ യെരുശലേം? ഇപ്പൊ കാണാൻ നല്ല ഭംഗിയല്ലേ? വാവ്, എന്നാടാ ഇത്? അയ്യോ കർത്താവേ, ഇത്രയും സുന്ദരമാണോ യെരുശലേമേ? നിന്നെ കാണാൻ എന്നാ ഭംഗിയാണ് യെരുശലേമേ. അയ്യോ, കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ തോന്നുന്നു യെരുശലേമിനെ ഈ ക്യാമറയിലൂടെ കണ്ടിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ മൈ ഹാർട്ട് ഈസ് ഡാൻസിങ് ഇൻ ജെറുസലേം. ചേച്ചി പഠിച്ചു എങ്ങനെയാണ് ക്യാമറ ബാക്ക് അടിക്കുന്നതെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, മച്ച് ക്ലിയർ വ്യൂ അല്ലേ? ശരിയാ. അയ്യോ, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യെരുശലേമിനെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലേ, ഒരു ഭംഗിയായിട്ട്. എലിസബത്ത് വർഗീസ്, യെസ്, അവർ കിങ് വിൽ കം ദെയർ. അവർ കിങ്, നോട്ട് ഓൺലി മൈ, അവർ കിങ്. കിങ് എന്ന് പറയുമ്പം അവർ എന്ന് പറയണം. നമ്മുടെ പ്രിയതമൻ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ എന്ന് പറയണം. മനസ്സിലായോ? മൈ ബിലോവ്ഡ് എന്ന് പറയണം. പക്ഷെ കിങ് എന്ന് പറയുമ്പോൾ അവർ കിങ്, നമ്മുടെ രാജാവ്. ഒരാൾക്ക് മാത്രമല്ലല്ലോ രാജാവ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആയില്ലേ. പക്ഷേ നമ്മുടെ പ്രിയതമൻ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പോയി പ്രേമിക്കാൻ പറ്റിയതാണ്. വളരെ മനോഹരമായിരിക്കുന്നു ഇല്ലേ കാണാനായിട്ട്? അയ്യോ, എനിക്ക് തന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കരമായിട്ട്. അയ്യോ മോന് മോനെ, ടാൻ ടാൻ ടൂണ് കൊള്ളാം. അതെന്താണ് ടാൻ ടാൻ ടൂണ്? അതേത് ടൂണാണ് ടാൻ ടാൻ ടൂണ്? അയ്യോ, എനിക്ക് വയ്യ. ഇത്രയും സുന്ദരമായിട്ട് യെരുശലേമെ ക്യാമറയിൽ ഇത്രയും കാലത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണല്ലോ സഹോദരങ്ങളെ പകർത്തി തരുന്നത്. ചുമ്മാതല്ല, 50 മെഗാ പിക്സൽ ക്യാമറയിലൂടെ. ഇതിന്റെ സകല ക്രെഡിറ്റും യാക്കോവിനാണ്. ഈ ഫോൺ ചീത്തയായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ, ഞാൻ പറഞ്ഞല്ലോ എനിക്കെടുത്തൊന്നും ചെയ്യാനുള്ള, എൻ്റെ ലൈവ് മുടങ്ങുന്നു, ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ എനിക്ക് സൂമിൽ വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ യാക്കോവ് വിളിച്ചിരുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അപ്പോൾ പിന്നെ വീണ്ടും വിളിച്ചിട്ട് ചോദിച്ചു എന്താ ഫോൺ ഇങ്ങനെ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആയിപ്പോയി എന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ലൈവ് ചെയ്തില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല, 2 ദിവസം ഞാൻ ലൈവ് ചെയ്തില്ലായിരുന്നു, ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു സൂം ചെയ്തില്ലായിരുന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞു സൂമും ചെയ്യാൻ പറ്റിയില്ല, ഈ ഫോണ് ഇങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോണിനുള്ള പൈസ തന്ന് ഇങ്ങനെ നിങ്ങൾ ഇത്രയും മനോഹരമായിട്ട് ഈ കാഴ്ച കാണാനായിട്ട് സഹായിച്ചത് നമ്മുടെ യാക്കോവാണ്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ യാക്കോവിന് നന്ദി പറയുക, കാരണം ഈ അവസരം ഒരുക്കി തന്നത് യാക്കോവാണ്. സലോമി ജോർജ്, നേരിൽ കാണുന്നത് പോലുണ്ടല്ലേ? അതെ, നിങ്ങൾ നേരിൽ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നത് പോലെ എനിക്ക് ഫീൽ ആകുന്നുണ്ട്. വാവ്, അടിപൊളി. സത്യം എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ സഹോദരങ്ങളെ. നിങ്ങളെ സത്യത്തിൽ ഞാൻ യെരുശലേമിൻ്റെ നല്ല വഴിത്താരകളിലൂടെ തന്നെ മണിക്കുട്ടൻ യാക്കോബ് അല്ല, ബാ അല്ല, വായാണ്, വാ, പായുടെ വാ.
യാക്കോബ് എന്ന് വേണം പറയാനായിട്ട്. സൂപ്പർ ക്ലാരിറ്റി അല്ലേ ദിവ? അതെ 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 അതെ. ഷീജ പ്രമോദ് യാക്കോബ് അല്ല, യാക്കോബ് വ. നമ്മുടെ ഇസ്രായേൽ നമ്മളെ ബൈബിളിലൊക്കെ പ്രൊണൗൺസിയേഷൻ ബ എഴുതി തെറ്റായിട്ടാണ് പ്രൊണൗൺസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വായാണ്. മണിക്കൂട്ടൻ ഇപ്പോൾ ശരിയായി. വാ. ഓക്കെ, യാക്കോബ്. അപ്പോൾ നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി യാക്കോബിനെ അറിയിച്ചു കൊള്ളുക. കാരണം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ മനോഹര കാഴ്ചയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചത് യാക്കോബാണ്. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ക്യാമറ വാങ്ങിക്കാൻ പറ്റില്ലായിരുന്നു, ഫോൺ മേടിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എന്നെ കൊണ്ട് ഫോൺ മേടിക്കാൻ പറ്റില്ല. കാരണം ഒരു വലിയ ഭാരിച്ചൊരു തലവേദന എൻ്റെ തലയിൽ തൂക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ആ തലവേദന ഇറക്കി വെക്കുന്നത് വരയ്ക്കും മറഞ്ഞും തിരിഞ്ഞ് നിൽക്കാനായിട്ട് എനിക്ക് പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ലൈവ് വരുന്നില്ല എന്ന് കണ്ടിട്ടാണ് സത്യത്തിൽ ഇത് വാങ്ങിക്കേണ്ടി വന്നത് തന്നെ. കാരണം ലൈവ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും ഒരിക്കലും നീ ലൈവ് ചെയ്യാതിരിക്കരുത്, നിന്നെ കാത്ത് ഒത്തിരി പേര് ലൈവിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ക്യാമറയുടെ റേറ്റ് അന്വേഷിക്ക്, വില തിരക്ക്, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ സുന്ദരം എന്ന് പറയുന്ന കവാടം, യാഫോ ഗേറ്റ് എന്ന് പറയും. ബൈബിളിൽ പറയുന്ന സുന്ദര കവാടം എന്ന് പറയുന്നത് ഒട്ടോമൻ സുൽത്താൻ അടച്ചിട്ടിരിക്കുന്നതാണ്. ബേസിൽ മാത്യു ജോഷി, സാധാരണ മങ്ങിയായിരിക്കും കാണുക, ഇത് നല്ല ക്ലാരിറ്റി ഉണ്ട്. അതെ അതെ അതെ. ബിൻസി, തീർച്ചയായിട്ടും ബിൻസി സന്തോഷ്, തീർച്ചയായിട്ടും ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി യാക്കോവിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് ഞാനുള്ള കാര്യം തുറന്നു പറയുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എത്ര നാൾ, 5 വർഷം ഞാൻ ഇസ്രായേലിൽ വന്നിട്ട് നിങ്ങൾക്ക് ലൈവ് ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ ലൈവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും മനോഹരമായിട്ട് ക്ലിയറായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാനായിട്ട് എനിക്കിപ്പോഴാണ് കിട്ടിയത്. അതിനും യാക്കോവാണ് അതിന് കാരണക്കാരൻ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈവ് ക്ലിയറായിട്ട് ചെയ്യാനായിട്ട് സഹായിച്ചതിന്. മനസ്സിലായോ? കാരണം മാറി മാറി ഞാൻ പല ഫോണുകളും ഉപയോഗിച്ച് നോക്കി. ആദ്യം J7 ആയിരുന്നു, അതിനകത്ത് ക്ലാരിറ്റി കുറവായിരുന്നു. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, റീന സിസ്റ്ററെ യെരുശലേമിനെ നന്നായിട്ട് കാണണമെന്ന് ഭയങ്കര മോഹമുണ്ട് സിസ്റ്ററെ, ഞങ്ങൾക്ക് റീന സിസ്റ്റർ യെരുശലേമിനെ കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്കും ഫോൺ മാറ്റി വാങ്ങിക്കാമോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് പിന്നീട് വേറൊരു ഫോണിൽ നിങ്ങൾക്ക് കുറേശ്ശെയൊക്കെ യെരുശലേമിനെ കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഇതാ യെരുശലേമിനെ പുതിയൊരു ഫോണിലൂടെ ഇങ്ങനെ നെറ്റ് കട്ടായി പോയാൽ മാത്രമേ ഇനി ഫോണിൽ കാരണം ഒരുപാട് നേരം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര മനോഹരമായി, എത്ര സുന്ദരം, എത്ര മനോഹരം, എത്ര മനോഹരം ഈ ജന്മം, ഇത് ദൈവത്തിൻ ദാനം. അങ്ങനെ നമ്മൾ ഇസ്രായേലിൻ്റെ യെരുശലേമിൻ്റെ പട്ടണത്തിലേക്ക് ഇങ്ങനെ കടക്കാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ വരുന്ന ഫീലില്ലേ പ്രിയ സഹോദരങ്ങളെ? ഇത്ര മനോഹരമായ യെരുശലേമിൽ എൻ്റെ ഒപ്പം നടക്കാൻ വേണ്ടിയിട്ട് ദൈവം നിങ്ങളെ സഹായിച്ചതിന് ദൈവത്തിന് നന്ദി പറഞ്ഞേക്കാം. അപ്പോൾ ഞാൻ നിങ്ങളെ ലൈവില് റോയ് ജോസഫ്, അബ്രാം അല്ല അബ്രഹാം, അബ്രാം എന്ന് പറയരുത്, അബ്രഹാം, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, നിങ്ങളും ഒപ്പം വരികയാണല്ലേ? എത്ര മനോഹരമായിട്ടാണ് ഈ പട്ടണം. നമ്മൾ പട്ടണവാതിക്കൽ നമ്മൾ കടന്നിരുന്നു. പണ്ടിങ്ങനെ പട്ടണവാതിക്കൽ കടക്കുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഈ ഷെയ്ക്കൊക്കെ തോന്നുമായിരുന്നു. ക്ലാരിറ്റി അത്ര പോരാ. പക്ഷേ
ഇപ്പോൾ നിങ്ങൾക്ക് സാലി വി ജോർജ്, തീർച്ചയായിട്ടും ഞാൻ ആദ്യം യാക്കോവിന് നന്ദി പറഞ്ഞത് സാലി ചേച്ചിയാണെന്നുള്ള കാര്യം പറഞ്ഞേക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ അയ്യോ എൻ്റെ അമ്മോ, എന്തോ കെട്ടിടമൊക്കെ നിങ്ങൾ കാണുന്ന കണ്ടോ? ഇത് എങ്ങനെ ഇരിക്കുന്നു നോക്കിയേ. ആഹാ. അപ്പോൾ നമ്മൾ പട്ടണത്തിനകത്തൂടി ഇങ്ങനെ കടക്കുകയാണ്. അങ്ങനെ പട്ടണത്തിനകത്തൂടി നമ്മൾ കടക്കുന്ന സമയത്ത് ഇതൊക്കെ ക്രിസ്ത്യാനികളുടെ ഏരിയ ആണ്. ഇതിന് ക്രിസ്ത്യൻ ക്വാർട്ടർ എന്ന് പറയും. ഈ സ്ഥലത്തിന് ഇതെല്ലാം ക്രിസ്ത്യൻ ഏരിയ ആയതുകൊണ്ട് ഇതിന് ക്രിസ്ത്യൻ ക്വാർട്ടർ എന്ന് പറയും. അപ്പോൾ ആ കവാടമാണ് നമ്മൾ യെരുശലേമിലേക്ക് കയറി വരുന്നത്, ഇതിനകത്തോട്ട് കയറി വരുന്ന കവാടം. മനസ്സിലായോ? ഇത് ഈ കാണുന്നത് നമ്മൾ ദാവീദിന്റെ എന്താ പറയുന്ന മ്യൂസിയം ആയിട്ടാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ദാവീദിന്റെ കോട്ട മന്ദിരമായിരുന്നു പണ്ട്. സാലി തോമസ്, ഇവിടെ മഴയില്ല. ഓക്കെ. എനിക്ക് വയ്യ, എൻ്റെ കണ്ണ് വിടുമെന്ന് തോന്നുന്നു മിക്കവാറും. ഈ ക്യാമറയിലൂടെ തന്നെ യെരുശലേം കാണാൻ എൻ്റെ ഭംഗിയുണ്ട്. ബൈസിൽ മാത്യു ജോഷി, മക്കളെ പ്രാർത്ഥിക്കേ, ദൈവം അത്ഭുതം ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത്ര മനോഹരമായിട്ട് ഈ പ്ലേസിലൂടെ ഇപ്പോൾ ഞാൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം നടന്നു വരുന്ന ഫീലില്ലേ? കർത്താവ് യെരുശലേമിൻ്റെ ഇതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലായിരുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനെയൊക്കെ കണ്ട് വെള്ളമിറക്കി കണ്ണുനീരൊഴുക്കിയ നാളുകൾ ഒത്തിരി ഒത്തിരി ഉണ്ടായിരുന്നു. സതീഷ് ജോസ്, മമ്മദ് കോട്ടറുണ്ടോ? പിന്നെ മമ്മദ് കോട്ടറുണ്ട് അപ്പുറത്ത്. മമ്മദ് കോട്ടറടിക്കാറുണ്ട്, നല്ല വൃത്തിയാണ് കോട്ടറടിക്കാറുണ്ടായിരുന്നു. ആ കോട്ടറടിച്ചിട്ടാണല്ലോ മമ്മദിന് ബോധം കെട്ട് പോയിട്ട് അവസാനം യുദ്ധത്തിൽ പോയി പല്ല് പോകേണ്ടി വന്നത്. സ്വർണ്ണ നഗരം യെരുശലേം. അതെ അതെ, സ്വർണ്ണ നഗരമാണ് യെരുശലേം. നീറ്റ, തീർച്ചയായിട്ടും വൺ ഡേ വി വിൽ വാക്ക്. യെസ്, എൻ്റെ ഒപ്പം നിങ്ങൾ നടന്നു വരും. എൻ്റെ സഹോദരങ്ങളെ, എത്ര ഭംഗിയില്ലേ കാണാനായിട്ട്? എനിക്ക് വയ്യ. ഞാൻ 5 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഇത്ര മനോഹരമായിട്ട് യെരുശലേം കാണിച്ചു തരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. അയ്യോ, എന്തായാലും തിരഞ്ഞു പിടിച്ച് വാങ്ങിച്ചത് എന്തായാലും നിങ്ങൾക്ക് ലൈവ്. സത്യം പറഞ്ഞാൽ ഞാൻ ക്യാമറ ക്വാളിറ്റി കൂടുതലുള്ളത് നോക്കി വാങ്ങിക്കാൻ കാരണം തന്നെ നിങ്ങളെ ലൈവിന് കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് ലൈവിൻ്റെ കാഴ്ചകളൊക്കെ വളരെ ഭംഗിയായിട്ട് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ക്യാമറ ക്ലാരിറ്റി നോക്കി മൊബൈൽ സെലക്ട് ചെയ്തത്. അപ്പോൾ അതിന് പറ്റിയത് ഇതാണെന്ന് എനിക്ക് തോന്നി. ഇന്ന് രാത്രി ആയില്ലേ? ആയില്ല മക്കളെ, കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ആയിക്കോളും. അജിത്ത് ചെറിയാൻ, സാരമില്ല പോയിക്കോളൂ, പിന്നെ കണ്ടാലും മതി. യാക്കോവ് ടെലവീല. അങ്ങനെ 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 നമ്മളിങ്ങനെ കണ്ടോ യെരുശലേമിൻ്റെ കോട്ട മതിലും യെരുശലേമും ഈ പട്ടണ നഗരവും എത്ര മനോഹരമായിട്ടാണ് ഇരിക്കുന്നത് കാണാൻ തന്നെ. ഇതിലെ കൂടി നടന്നു പോകുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലാണ് സത്യം പറഞ്ഞ. കർത്താവ് നടന്നുപോയ വഴിത്താരകൾ യെരുശലേം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം കോരി തരിക്കുകയാണ്, പുളകം കൊള്ളുകയാണ് എന്ന് വേണം പറയാനായിട്ട്. കാരണം യെരുശലേമേ, ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ. യെരുശലേമേ, എൻ്റെ സകല സന്തോഷങ്ങളിലും ഞാൻ നിന്നെ മുഖ്യ സന്തോഷമായി കാണാതിരിക്കുന്നുവെങ്കിൽ എൻ്റെ കണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്ര മനോഹരമായ യെരുശലേമിനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന്
കാണിച്ചു തരാനായിട്ട് ദൈവം സഹായിച്ചതിന് ദൈവത്തിനൊരായിരം നന്ദി. എന്നെ ഈ യെരുശലേമിലെ വഴിത്താരകളിലൂടെ ദൈവം നടത്തിക്കൊണ്ട് വന്നതിന് ദൈവത്തിനൊരായിരം നന്ദി. ബാസിൽ മാത്യു, അതെ ഇംഗ്ലീഷ് സിനിമകളിലെ കോട്ടകൾ പോലെയുണ്ട് അല്ലേ? അതെ, നമ്മൾ ഈ പണ്ട് സിനിമകളിനകത്തൊക്കെ സെറ്റ് എടുത്തില്ലേ, ഇങ്ങനെ കുതിരയ്ക്കകത്തൊക്കെ പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പുത്തനെരുശലേമേ ദൈവ മക്കൾക്കുള്ള ആശ്രയമേ, പരിലസിക്കും സ്വർണ്ണത്തെരുവീതിയിൽ അതികുതുകാൽ ഇന്നു ഞാൻ ചേർന്നിടുമോ. പുത്തനെരുശലേമേ ദൈവ മക്കൾക്കുള്ള ആശ്രയമേ, പരിലസിക്കും സ്വർണ്ണത്തെരുവീതിയിൽ അതികുതുകാൽ എന്നു ഞാൻ ചേർന്നിടുമോ. വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ യെരുശലേമിൽ. വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. ഓക്കെ, വിൻസി സന്തോഷ്, ഐ വാസ് ലിസണിങ് ടു സെയിം സോങ്. കണ്ടാ, അതാണ് run from the fire. I am hearing this song right now. പ്രവീൺ ബ്രദർ ഇപ്പോഴും പാട്ട് കേട്ടോണ്ടിരിക്കുവാണോ? ആഹാ, വാവ്. ഇത് നമ്മുടെ കണ്ടോ, ഇത് നമ്മുടെ കർത്താവിൻ്റെ സഹോദരനായ യാക്കോവിനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഇത് അർമേനിയൻ ക്വാർട്ടർ എന്ന് പറയും. നമ്മൾ നേരത്തെ കണ്ടത് ക്രിസ്ത്യൻ ക്വാർട്ടറാണ്, അത് കഴിയുമ്പോൾ പിന്നീട് അർമേനിയൻ ക്വാർട്ടറാണ്. ജെറുസലേമിൽ നിന്നും റീന തോമസ്. ആരാണ് റീന തോമസ്? പേര് തെറ്റിയതാണോ? KSRTC വിറ്റ് പോകുന്നു. ആമേൻ. അങ്ങനെ വളരെ മനോഹരമായ ഈ ക്യാമറയിലൂടെ ഞാൻ നിങ്ങൾക്ക് യെരുശലേമിലെ ഏതാ നമ്മുടെ ഒലിവ് മല അത് കാണണം. അല്ല പിന്നെ ഒലിവ് മല കാണണ്ടേ? അജിത്ത് ചെറിയാൻ, ലൈവിന് ശേഷം എല്ലാ ലൈവും മുടങ്ങാതെ കാണുന്ന ഏക വ്യക്തി ഞാനാവും. അജിത്ത് ചെറിയാനേ, എൻ്റെ ദൈവമേ എത്ര എണ്ണങ്ങളുണ്ടെന്നറിയാമോ? ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ലൈറ്റ് ഇട്ടപ്പോൾ ഒരു സ്വർണത്തിൻ്റെ ഫീലിംഗ് ആണ് യെരുശലേമിന്. മനസ്സിലായോ? ലൈറ്റ് കിടക്കുമ്പോഴത്തേക്കും. സുശാന്ത് പ്രഭു, റാഫ എങ്ങനെയുണ്ട്? റാഫ എങ്ങനെ ഉണ്ടാകാനാ? യുദ്ധഭൂമി എങ്ങനെ ഇരിക്കും? യുദ്ധഭൂമി എന്തായാലും യെരുശലേം പോലെ ഇരിക്കത്തില്ലല്ലോ. ജോസ്ലിൻ ജോസ്, കണ്ടോ, ഞാനും അങ്ങനെ തന്നെയാണ്. ഇതുപോലെ എത്ര എണ്ണങ്ങളുണ്ടെന്നറിയാം ഇത് പറയാൻ വേണ്ടിയിട്ട്. എനിക്കറിയാവുന്ന, വ്യക്തിപരമായിട്ട് അറിയാവുന്ന കുറേ പേരുണ്ട്. അവർ 24 മണിക്കൂർ റിപ്പീറ്റ് ചെയ്ത് പഴയ ലൈവുകളെല്ലാം കണ്ടോണ്ടിരിക്കുന്ന ഞാൻ അറിഞ്ഞത്. രാത്രി ആയില്ല മേഴ്സി ചാർലി, രാത്രി ആയിട്ടില്ല.
രാത്രിയാകാൻ ഇനിയും ഒരു 1.5 മണിക്കൂർ എടുക്കും. ബേസിൽ മാത്യു, തൊതാ മോനെ, തൊത. തീർച്ചയായിട്ടും ഇതൊക്കെ ദൈവത്തോട് പല നാളത്തെ കണ്ണുനീരിലും പ്രാർത്ഥനയിലും നേടിയെടുത്തതാണ്. ദൈവത്തോടുള്ള സ്നേഹം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മരണം വരെയും കർത്താവിന് വേണ്ടി തന്നെ ജീവിക്കുമെന്നും മരിക്കുമെന്നും പ്രതിജ്ഞാബദ്ധതയോടുകൂടി തീരുമാനമെടുത്ത ആളാണ്. അങ്ങനെ നിന്നതുകൊണ്ടാണ് എല്ലാ പ്രതിസന്ധികളിലും പതറാതെയും തളരാതെയും ഒക്കെ നിന്നതിൻ്റെ പ്രതിഫലനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് യെരുശലേമിലെ തെരുവോരങ്ങളിലൂടെ ഞാൻ നടക്കുന്നത്. ഈ നടക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് ഒരു കാര്യം മാത്രമേ ഞാൻ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാബിഷപ്പു, ഗാസയുടെ കാര്യം ഏകദേശം തീരുമാനമായോ ചേച്ചി? തീരുമാനമാകും മോനെ. ഇപ്പോൾ എന്താ പറയുന്നത്, യുദ്ധം അതിന്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനെല്ലാം ഒരു അജണ്ട അതിന്റെ പിന്നിലുണ്ടല്ലോ. പലതരത്തിൽ ഇതിന്റെ ഒരു അജണ്ട അതിന്റെ പിന്നിൽ നടക്കുകയാണല്ലോ. ഞാൻ യെരുശലേമിലെ തെരുവോരങ്ങളിലൂടെ നടക്കുന്നത് കൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് ഡൈവേർട്ടായി പോകാത്തത്. അത് ഞാൻ പിന്നീട് ആ വിഷയത്തെക്കുറിച്ച് ഒരു ദിവസം അത് ഇരുന്ന് ലൈവിൽ വരുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് പറയാം. കാരണം ഈ യെരുശലേമിന്റെ മനോഹാരിതയെ കുറേ ദിവസം നിങ്ങളുടെ മുമ്പിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റാതെ പോയി. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം പുതിയ ഫോണിലൂടെ ലൈവിൽ വന്നിട്ട് ഈ മനോഹരമായ സുന്ദരമായ യെരുശലേമിനെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് ദൈവം കൃപ ചെയ്തതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം ഒത്തിരി സന്തോഷം എനിക്ക് തോന്നുകയാണ്. പണ്ട് ഞാൻ ഇതുപോലെ നടന്ന് നിങ്ങൾക്ക് യെരുശലേം ഒരുപാട് കാണിച്ചു തന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിലെല്ലാം നിങ്ങൾ യെരുശലേമിനെ കണ്ട് വളർന്ന കുഞ്ഞുങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നും മാറിയിട്ടില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. യെരുശലേമിന്റെ തെരുവോരങ്ങളിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മുടെ കർത്താവ് നടന്നുപോയ വഴിത്താരകളൊക്കെ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ അവിടെയൊക്കെ ചവിട്ടി നടക്കാനായിട്ട് എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം കർത്താവ് അത്രമാത്രം ഷൈനി പോൾ എല്ലാ വഴികളും അറിയാമല്ലോ. പിന്നെ തീർച്ചയായിട്ടും എൻ്റെ യെരുശലേം എൻ്റെ സ്വന്തമാണല്ലോ. യെരുശലേം എൻ്റെ പ്രാണനാണല്ലോ. അപ്പോൾ യെരുശലേമിലുള്ളവർ തന്നെ പറയും, യെരുശലേമിൽ ഉള്ളവരെക്കാളും കൂടുതലായിട്ട് യെരുശലേമിനെ നന്നായി അറിയുകയും ഷീജ പ്രമോദ് തൊത മോത്തിക് തൊത ഷീജ, ഞാൻ 2018 ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എനിക്ക് 2019 തൊട്ടാണ് ഞാൻ ലൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരുപക്ഷെ 2018 വാട്സപ്പിലൊക്കെ വീഡിയോ വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. പലരും വാട്സപ്പിലൊക്കെ എൻ്റെ വീഡിയോ പുത്തനേറുശലേമേ ദൈവമക്കൾക്കുള്ളാശ്രയമേ പാരിലസിക്കും സ്വർണ്ണത്തേരുവീതിയിൽ അതികുതുകാലെന്നു ഞാൻ ചേർന്നിടുമോ വാനവരിൻ സ്തുതിനാദം. ഈ ഫോണിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ നടന്നു പോയാലും ഷെയ്ക്ക് ഒത്തിരി ആകത്തില്ല, റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? എൻ്റെ അമ്മയെ സ്വർണ്ണത്തിരുവീതിയിൽ ഞാൻ പറഞ്ഞതേ വായി മൂടിയതേ ഉള്ളൂ. ആ സ്വർണത്തിന്റെ ഫീല് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ? ഇതാണ് സിയോൺ വാതിൽ എന്ന് പറയുന്നത്. സിയോൺ നഗരം എന്ന് പറയുന്നത് യെരുശലേം നഗരത്തിനെ നമ്മുടെ സിയോൺ എന്നും പേര് പറയുന്നുണ്ട്. അതിന് നമ്മുടെ ദാവീദിന്റെ നഗരത്തെയാണ് സിയോൺ നഗരം എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ യെരുശലേമിന്റെ വാതിൽ, സിയോൺ വാതിൽ, ഈ സിയോൺ വാതിൽ കടന്ന് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് കർത്താവ് അവസാന അത്താഴം കഴിച്ച് സെഹിയോൻ മാളിക മുറി നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ സെഹിയോൻ മാളിക മുറിയിലേക്ക് ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ അങ്ങോട്ട് പോയാലും എന്ത് ചെയ്യാൻ, സെഹിയോൻ മാളിക മുറി വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ക്ലോസ്ഡ് ആണ്. എന്തുവാ,
സിയോൻ മാളിക മുറി. അത് മാത്രം നെറ്റ് കട്ടായി പോകും. യെസ്, പ്രവീൺ സിൽവസ്റ്റർ ബ്രദറെ, തീർച്ചയായിട്ടും ആ കോട്ടമതിലിനകത്തൂടി ഹോഴ്സ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടാകും? അയ്യോ, എക്സാക്ട്ലി ആ ഒരു പഴയ കാലഘട്ടത്തിന്റെ ആ ഒരു ഫീല് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ എങ്ങനെ പണിതെടുത്തു ദൈവത്തിന് ഒരാൾക്കേ അറിയത്തുള്ളൂ. ദൈവം അവരുടെ കാക്ക മുട്ടയിട് ഒരുപാട് കാക്കകൾ ഇങ്ങനെ പറക്കുന്നുണ്ട്. കാക്ക മുട്ടയിട്. ഞാൻ പണ്ടുണ്ടല്ലോ യെരൂശലേമിനെ ചുറ്റി ഇങ്ങനെ പറക്കുക. അയ്യോ, കുറെ നേരം പറഞ്ഞ് ചിലപ്പോൾ മുട്ട വീഴും കയ്യില്, പുതിയ കോടി കിട്ടും, ഉടുപ്പ്. പണ്ടിങ്ങനെയൊക്കെ ആയിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്ലാരിറ്റി എങ്ങനെയുണ്ട് ഈ വീഡിയോയില്? നിങ്ങളെ ഒറിജിനലായിട്ട് നിങ്ങൾ യെരൂശലേമിൽ നടക്കുന്ന ഫീല് നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ലേ? സത്യം പറ. ഇത്ര മനോഹരമായൊരു കാഴ്ച ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടു കാണത്തില്ലല്ലോ. ഇങ്ങനെ ഇത്ര മനോഹരമായ ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ജാക്സൺ ചീരമേൽ, അതെ, പുതിയ ഫോണൊക്കെ വാങ്ങിച്ചു. നിങ്ങൾ വളരെ മനോഹരമായ, എത്ര ഭംഗിയായിട്ടാണ് യെരൂശലേമിന്റെ മനോഹാരിത ഇപ്പൊ കണ്ടുപോകുന്നത്. വിൻസി സന്തോഷ്, സൂപ്പർ, ഗുഡ് ഫീലിംഗ് ആൻഡ് വ്യൂ, സൂപ്പർ ക്ലാരിറ്റി. ഓക്കെ. യെസ് റീന, സൂപ്പർ വ്യൂ. ഓക്കെ മതി, ഇതറിഞ്ഞാൽ മതി. നൈസ് ക്ലാരിറ്റി റീന ചേച്ചി. ജിൻസൺ, ലിജി മനോജ്, സൂപ്പർ. ഷൈനി, സൂപ്പർ. ബാബി ഷപ്പു, സൂപ്പർ ക്ലാരിറ്റി. ഓക്കെ, എനിക്ക് വയ്യ. സജി, ഓക്കെ, ബ്യൂട്ടിഫുൾ. അശ്വതി തോമസ്, നന്നായിട്ട് കാണാൻ, തീർച്ചയായും നല്ലതുപോലെ കാണാനുണ്ട്. ഓക്കെ. ലത, ഞങ്ങളും ഒപ്പം വരുന്നുണ്ട്. ഹരിനാഥ്, മായ മഹി, സൂപ്പർ ക്ലാരിറ്റി. എല്ലാവർക്കും നല്ല മുൽക്രാജ് ഉണ്ണി, നല്ല ക്ലാരിറ്റി. ഓക്കെ. ഷെറിൻ ഐസക്ക്, കൊള്ളാം. എനിക്ക് വയ്യ. അപ്പൊ ശരി, ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് യാക്കോവിനാണ്. നിങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് യെരൂശലേമിനെ മനോഹരമായിട്ട് കാണാൻ നിങ്ങൾക്ക് ദൈവം യാക്കോവിലൂടെ അവസരം ഒരുക്കി തന്നു. അതിന് ദൈവത്തിന് ഇന്നലെ വാങ്ങിയതാണ്. സതീഷ് ജോ, സൂപ്പർ ക്വാളിറ്റി. രാജീവ് ജോൺ, ഓസം. എനിക്ക് വയ്യ. കർത്താവേ സ്തോത്രം. അങ്ങനെ മനോഹരമായ ഒരു യെരൂശലേമും യെരൂശലേമിന്റെ പരിസര പ്രദേശവും, അങ്ങനെ നിങ്ങൾ ഇന്ന് യെരൂശലേമിൽ എൻ്റെ ഒപ്പം നടന്ന് നിങ്ങൾ വരുന്ന ജിൻസൺ, തീർച്ചയായിട്ടും നമ്മുടെ കർത്താവ് തരുമ്പോൾ സജിത, തീർച്ചയായിട്ടും ഇസ്രായേൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയെന്നറിയാമോ? ഞാൻ ആ പണ്ട് സാംസങ് J7 കൊണ്ടുവന്ന് വീഡിയോ ഇടുമ്പോൾ പോലും നിങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി, കൗതുകത്തോടുകൂടി വന്ന് ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വളരെ കൗതുകത്തോടു കൂടി വന്നിട്ട് നിങ്ങളത് കണ്ടിരിക്കാനായിട്ട് നിങ്ങൾ അന്നും മനസ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഷാജി സാമുവൽ ബ്രദറെ, കേരളത്തിൽ അത്രയും സൗന്ദര്യം പോരാ അല്ലേ? അന്ന് ഓർക്കുന്നുണ്ടോ? മറന്നു പോകരുത്. ഇങ്ങനെ കൊണ്ടുവന്ന് കമന്റ് ഇടുമ്പോഴുണ്ടല്ലോ, ആളും പേരും അറിയാതെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ അത് പണിയാകും. എന്തായാലും ഓർത്തു വെച്ചത് നന്നായി. സത്യത്തിൽ ഈ ബസ് സ്റ്റോപ്പ് നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, ഒരുപാട് ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഈ വൃത്തികെട്ടവന്മാരുണ്ടോ ഇത് പിടിച്ചെടുത്തിട്ട്, ഇസ്രായേലിനെ പിടിച്ചെടുത്ത് ഇവിടെ എല്ലാ അവന്മാർ എന്ത് ചെയ്തുണ്ടാക്കി, തുലുക്കന്മാര് മോസ്ക് പണിത് വെച്ചതാ.
പക്ഷെ ഇസ്രായേൽ തിരിച്ചു പിടിച്ചപ്പോൾ 1967 ഇസ്രായേലിന് ഇതെല്ലാം ദൈവം മടക്കി കൊടുത്തപ്പോഴത്തേക്കും അതെല്ലാം പൂട്ടിക്കെട്ടി എന്ത് ചെയ്തു. ഇപ്പോൾ ഇസ്രായേല് അതെല്ലാം ആശമോളെ അയ്യോ വഴക്ക് പറയില്ലേ ആശമോളെ, നമ്മുടെ സഹോദരനാണ്, വഴക്ക് ഒന്നും പറയണ്ട, പുള്ളി തമാശ പറഞ്ഞാണ്. കേരളത്തിലുള്ളവരുടെ ഒന്നാക്കി പറഞ്ഞതാ. ഈ ബസ് സ്റ്റോപ്പ് ഒരിക്കലും മറക്കാൻ പറ്റില്ല പ്രിയ സഹോദരങ്ങളെ. 38 നമ്പർ ബസ്, ഈ 38 നമ്പർ ബസ് എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ ഈ ബസ്സിൽ ഇറങ്ങിയതിന് ശേഷം കണ്ടോ ആ 38 നമ്പർ ബസ്. അയ്യോ, അങ്ങനെ ഞാൻ ഈ ബസ്സിൽ ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇങ്ങനെ നിന്ന് കാണുന്നതാണ് യെരുശലേമിന്റെ ഈ പട്ടണം, നമ്മുടെ ദാവീദിന്റെ നഗരം. ദാവീദിന്റെ ഈ വിശുദ്ധ നഗരത്തെ ഇങ്ങനെ കണ്ടു. എൻ്റെ ദൈവമേ, ഞാൻ കൊതിയൂറി ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് അവിടെ നിന്ന് വലിയൊരു മനോഹര കാഴ്ച ഇങ്ങനെ കാണുന്നത്. എന്താണ് കാണുന്നത്? നമ്മുടെ ഒലിവുമല. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അപ്പോ ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ പാദം മുത്തുവാൻ. ഇങ്ങനെ ഒലിവുമലയൊക്കെ കർത്താവ് ഈ കാണിച്ചിരുന്നത് എന്തിനാണെന്നറിയാമോ? ഈ അന്ത്യകാലഘട്ടത്തിൽ നിങ്ങൾ ഈ ദൈവവചനത്തിൽ വായിച്ചതും മറിഞ്ഞതും ഒക്കെ, പണ്ട് കാലങ്ങളിൽ നമ്മൾ ദൈവവചനം വായിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും എന്താ പറയുന്നത്, ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ദൈവവചനത്തിൽ വായിച്ചിരിക്കുന്ന ഈ സ്ഥലങ്ങളെല്ലാം അത് ഇന്ന് വരെയും അവിടെ തന്നെ ഉണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് 3000-4000 വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ച അതേ പേരുകൾ തന്നെയാണല്ലോ ഈ സ്ഥലത്തിന് ഇപ്പോഴും കൊടുത്തിരിക്കുന്നതെന്നുള്ളതാണ് എനിക്ക് ഭയങ്കര അതിശയം തോന്നിയത്. അതേ പേരുകൾ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നും ഇപ്പോഴും ഇവിടെ തന്നെ നിലനിൽക്കുന്നുവല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നതിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ആ പേരുകൾ കൊണ്ട് തന്നെയാണ് ആ സ്ഥലങ്ങളെല്ലാം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് തോന്നി എൻ്റെ പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഈ ദാവീദിന്റെ നഗരവും അതിന്റെ പരിസര പ്രദേശവും ഒക്കെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, നമ്മുടെ പ്രാണപ്രിയൻ ഏറ്റവും പടിവാതിൽക്കൽ തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ള ആ സദ്വർത്തമാനം നിങ്ങളെ അറിയിക്കാനായിട്ട് ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചതിന് 1000 നന്ദി. അതിനെ യെരുശലേമിൽ തന്നെ കൊണ്ടുവന്ന് എൻ്റെ അപ്പൻ എവിടെ വെച്ച് തുടങ്ങി എവിടെ വെച്ച് അവസാനിപ്പിച്ച് മടങ്ങിപ്പോയോ അവിടെ വെച്ച് തന്നെ അന്ത്യകാലഘട്ടത്തെക്കുറിച്ചും തുടങ്ങാനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചു എന്ന് ഓർത്തപ്പോൾ, കാരണം കർത്താവിന്റെ ശുശ്രൂഷ തുടങ്ങുന്നത് 12ാമത്തെ വയസ്സിലാണ്. 12ാമത്തെ വയസ്സിൽ കർത്താവ് യെരുശലേമിൽ വന്നിട്ട് യെരുശലേമിൽ ശാസ്ത്രിമാരോടും ജ്ഞാനികളോടും കൂടെ ഇരുന്നിട്ട് അവരോടാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്, ദൈവവചനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ കർത്താവ് യെരുശലേമിൽ വന്ന് അത് തുടങ്ങി വെച്ചു. പിന്നീട് ഗലീലയിലേക്ക് ദൈവം ചെന്ന് ഗലീലിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ കർത്താവ് തന്റെ സുവിശേഷീകരണം അറിയിച്ച് അവസാന കാലഘട്ടങ്ങളിൽ, അല്ല കർത്താവിന്റെ മരണത്തിന് മുമ്പുണ്ടായിരുന്ന സകല കാലഘട്ടം മുഴുവനും കർത്താവ് ചെലവഴിച്ചത് മുഴുവനും യെരുശലേമിനെ കേന്ദ്രീകരിച്ചായിരുന്നു. സജലി മാത്യു, നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലായില്ല. സജലി മാത്യുവിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായില്ല. എന്താണ് ഉദ്ദേശിച്ചത്? ആ ചോദ്യത്തിലൂടെ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നുള്ളത് വ്യക്തമാക്കുക. തുലുക്കന്മാർ തുടങ്ങിയിട്ടുണ്ട്. ഒരുത്തൻ ഇവിടെ കൂവും, ഒരുത്തൻ അവിടെ കൂവും, ഒരുത്തൻ അവിടെ കൂവും, ഇങ്ങനെ മത്സരിച്ച് കൂവുകയാ. ഇവന്മാരെല്ലാം താമസിക്കുന്നത് 1 കിലോമീറ്റർ പോലും വ്യത്യാസമില്ല. എന്നിട്ട് എന്തിനാ ഈ 116 സ്ഥലങ്ങളിൽ കൂവി വിളിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ വൃത്തികെട്ടവന്മാര് ഇവൻ ഇവിടെ കൂവിയാലും അവിടെയും കേൾക്കാം, അവിടെ കൂവിയാലും ഇവിടെയും കേൾക്കാം. എന്നാലും ഇവിടെയും അവിടെയും എല്ലാമായിട്ട് ഈ എന്തുവാ കുറുക്കന്മാർ ഓരിയിടുന്നത് പോലെയാ ഈ പന്നിക്കൂട്ടങ്ങൾ ഓരിയിടുന്നത്.
ദീപാലിജു ഓക്കെ. പക്ഷെ എനിക്ക് ചോദ്യം മനസ്സിലായില്ല. ചോദ്യം എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ആ ചോദ്യത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞാൻ ഉത്തരം കൊടുക്കാം. സജിത, അതെ അതെ, അജണ്ട ഡബിൾ വോയിസ്, സാത്താന്റെ ശബ്ദമല്ലേ അത് മുഴങ്ങി കേൾക്കണം എന്നുള്ളത്. സാത്താന്റെ അത് തന്നെയാണല്ലോ ദൈവവചനം പറയുന്നത്. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്നും പൂജാവിഷയമെന്നും സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എത്രയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവൻ ഇങ്ങനെ വിളിച്ചു കൂവിയില്ലെങ്കിൽ ഉറക്കം വരത്തില്ലല്ലോ. മനസ്സിലായോ? അപ്പോൾ എന്നാ ഭംഗിയുണ്ട് ഋഷിലേം കാണാനായിട്ട്, നല്ല രസമല്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെ ഇതിലേ കൂടി ഇങ്ങനെ നടത്തിക്കൊണ്ട് വരുമ്പോഴുണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ആക്ച്വലി ആ ഒലിവുമലയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്ന് നിങ്ങളെ കൊണ്ടുപോകുമ്പോഴുണ്ടല്ലോ സത്യത്തിൽ നമ്മുടെ കർത്താവ്, നമ്മുടെ പ്രാണപ്രിയൻ വേഗത്തിൽ തന്നെ ഞാൻ പോയതുപോലെ മടങ്ങി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒലിവുമലയിൽ കാല് ചവിട്ടുവാനുള്ള സമയം ഏറ്റവും വേഗത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഒലിവുമല ജെഫിൻ റജി, തീർച്ചയായിട്ടും ദൈവം അതിനെ സഹായിക്കട്ടെ. ഫെയ്ത്ത് ഗോഡ്, ഹായ് ഫ്രം ഓസ്ട്രേലിയ. ജീസസ്, നോട്ട് ജീസസ്, യേശുവ. ജീസസ് എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷുകാർ കൊടുത്ത ട്രാൻസ്ലേഷനിലുള്ളതാണ്. കർത്താവിന്റെ പേര് യേശുവ എന്നുള്ളതാണ്. അതുകൊണ്ട് കണ്ടോ എത്ര മനോഹരമായിട്ടാണ് ഈ പ്രദേശങ്ങൾ കാണപ്പെടുന്നത്. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഓരോ ദിവസവും ഇസ്രായേലിലെ ജെറുസലേമിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്തുണ്ടല്ലോ നടക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ കർത്താവേ, ഞാൻ എത്രമാത്രം കൊതിച്ചതും ആഗ്രഹിച്ചതുമാണ് ഈ വഴികളിലൂടെ ഒന്ന് നടക്കണം, കർത്താവ് നടന്നുപോയ വഴിത്താരകളിലൂടെയൊക്കെ ഒന്ന് നടക്കണമെന്ന് ഒരുപാട് ഞാൻ മോഹിച്ചതും കൊതിച്ചതുമാണല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ വഴികളിലൂടെ തന്നെ ദൈവം എന്നെ നടത്തിച്ച് കൊണ്ടുവന്നപ്പോഴുണ്ടല്ലോ ഒരിക്കലും വിശ്വസിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഇപ്പോഴും ഞാനൊരു സ്വർഗത്തിൽ സ്വപ്നത്തിലൂടെ ജീവിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യത്തിലൂടെ നടക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഈ ലോകത്തിൽ എത്ര അതായത് ചരിത്ര സത്യങ്ങളിലൂടെ നടക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയുന്നത്, നമുക്ക് എങ്ങനെ അതിനെ വർണ്ണിക്കണമെന്ന് എനിക്ക് വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വിളിക്കുന്ന നമ്മുടെ ദൈവം അതായത് ലോകത്തിൽ എല്ലാവരും പല രീതിയിലും പല ദൈവങ്ങളെയും വഴിപ്പെടുന്നവരാണ്. പക്ഷേ ആ ഒരു സത്യത്തിലൂടെ ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ് ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് വെളിപ്പെടുത്തി തന്ന് ആ സർവശക്തനായ ആ സത്യദൈവത്തെ വിളിക്കാൻ തക്കവണ്ണം ഭാഗ്യം കിട്ടി. അത് മാത്രമല്ല ദൈവവചനത്തിന്റെ ഏടുകളിലൂടെ നടന്നു പോകാനായിട്ട്, ഇതെല്ലാം നിങ്ങൾ വചനത്തിൽ വായിച്ചിട്ടുള്ളതാണ്. ഈ സ്ഥലങ്ങളും ഇതിലെ കൂടെ കർത്താവ് നടന്നതും ഇത് പോയതും അത് ഇപ്പോഴും ചരിത്ര സത്യമായി തന്നെ നിലകൊള്ളുന്നതും അതിന്റെ അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നതും ഒക്കെയായി നിലകൊള്ളുമ്പോൾ നിങ്ങൾ എൻ്റെ ഒപ്പം ഇപ്പോൾ നടക്കുന്നത് കേവലം ഒരു ജെറുസലേം അല്ല, പിന്നെയോ കർത്താവ് തന്റെ ജനത്തെ തിരഞ്ഞെടുത്ത് തനിക്കൊരു ജനമായി ദൈവം ഇസ്രായേലിനൊരു ദൈവമായിരിക്കേണ്ടതിന് ഇസ്രായേലിന് വേണ്ടി അവിടെ എന്തൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വാവ്. ലീല വി ജോർജ്, യേശുക്രിസ്തു അനന്യനല്ല, യേശുവ അനന്യൻ. യേശുക്രിസ്തു എന്ന് പറയുന്നതിനേക്കാളും യേശുവ എന്ന് നിങ്ങൾ പറയണം. കാരണം നമ്മുടെ കർത്താവിന്റെ പേര് യേശുവ എന്നാണ്. അപ്പോൾ
സത്യത്തിൽ നിങ്ങൾ വായിച്ചതും നിങ്ങൾ മനസ്സിലാക്കിയതും ദൈവവചനത്തിലൂടെ നിങ്ങൾ നടന്നു പോയതും ഒക്കെയാണെങ്കിൽ പോലും എന്താ പറയുക, പലരും ചിന്തിച്ചിട്ടുണ്ടാകും ദൈവവചനം വായിക്കുമ്പോഴെല്ലാം എന്തുവാ, അയ്യോ ഇന്നും ഈ സ്ഥലങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ടോ, അയ്യോ ഇതെല്ലാം ഇപ്പോഴും. ഞാൻ സത്യം പറഞ്ഞ എൻ്റെ കുഞ്ഞുനാളിലെ ദൈവവചനം വായിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു, സത്യത്തിൽ എന്താ പറയുക, അജയ് പത്മകുമാർ, യെസ് അതാണ് ഒലിവുമല. എന്നാ ഭംഗിയായിട്ടിരിക്കുന്നു നോക്കിയാ ഒലിവുമല കാണാനായിട്ട്, വളരെ മനോഹരമായിട്ടിരിക്കുന്നില്ലേ ആ ഒലിവുമല? വാവ്, ഒലിവുമല എന്നാ രസമുണ്ടല്ലേ കാണാനായിട്ട്. ആ ഒലിവുമലയിലാണ് നമ്മുടെ കർത്താവ് വന്ന് കാല് ചവിട്ടാൻ പോകുന്നത്. മോഹൻലാൽ സി, അതെ അതെ, സ്ഥലപ്പേരുകൾ മാറിയേനെ. മുഗൾ ആക്രമണകാരികളെ പോലുള്ളവന്മാർ അവിടെ മാറ്റി, കുറെ പേരുകളെല്ലാം ഇവന്മാർ ഇവിടെ വന്നിട്ട് മാറ്റി. എന്നാൽ പോലും ഇസ്രായേല് പണ്ടുണ്ടായിരുന്ന പേരിനെ, കാരണം വെച്ചാൽ ഇവന്മാർക്ക് പല പേരുകളും മാറ്റാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ദൈവമാണല്ലോ ഇസ്രായേലിനെ പരിപാലകൻ. ദൈവം അതിനത്രയ്ക്കും എന്ത് ചെയ്യത്തില്ല, ഇവന്മാർക്ക് അതിനുള്ള ധൈര്യം കൊടുക്കില്ല. ഈ മന്ദബുദ്ധികൾക്ക് ഇസ്രായേലിനെ ദൈവം മടക്കി കൊടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ വളരെ ക്ലാരിറ്റിയോടുകൂടി, വളരെ മനോഹരതയോടുകൂടി നിങ്ങൾ യെരുശലേമിൻ്റെ പട്ടണവും നഗരവും, നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോകുന്നത്, പണ്ട് ഈ കക്കൂസ് കറുകറാന്ന് കറുത്തിരുന്നു. ഇപ്പം ഈ മൊബൈലിലൂടെ കാണാൻ തുടങ്ങിയതുകൊണ്ട് കുറച്ച് വെട്ടമൊക്കെ വെച്ചിട്ടുണ്ട്, തൊട്ടടുത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ആ കക്കൂസ്. അതുകൊണ്ട് കുറച്ച് വെളിച്ചത്തിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം. കണ്ടോ? ഈ രാത്രി കാഴ്ച എന്നാ ഭംഗിയാണ്. അപ്പോ 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 അതെ, അവിടെ കക്കൂസും ഉണ്ട്, കുറെ തീട്ടങ്ങളും ഉണ്ട്. അതാണ് പ്രശ്നം. എത്ര സുന്ദരം. ഈ മൊബൈൽ ഫോൺ എടുത്തതിന് ശേഷം ആദ്യത്തെ കാഴ്ച നമ്മുടെ യെരുശലേം ദേവാലയവും അതിൻ്റെ ചുറ്റുമുള്ള പരിസര പ്രദേശങ്ങളും വിലാപം അതിലും ഒക്കെ ആയിരിക്കട്ടെ ദൈവനാമത്തിൽ. അതുകൊണ്ടാണ് ബാബിഷപ്പു. പിന്നെ ഇവിടെ തുളുക്കന്മാരുടെ കക്കൂസ് ഉണ്ട് മോനെ, അത് തന്നെയാണ് പ്രശ്നം. ഈ തുളുക്കന്മാരുടെ കക്കൂസാണ് ഈ ലോകത്തിലെ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം. ഇസ്രായേൽ ജനത്തെ മുച്ചൂട് മുടിക്കുന്നതിന് കാരണം പോലും. നീതു ജോർജ് തോദാ തോദാ തോദാ. ജെഫിൻ ജെറിൻ, അതെ ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. പ്രാണപ്രിയൻ പാദം. അയ്യോ, ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ഫോൺ വെക്കേണ്ടതുണ്ട്. ഫോൺ വെച്ചിട്ട് പോകണം, ഫോൺ വെച്ചിട്ട് പോകണം. גברת, עוד אחרי זה, בבקשה, כן, רק שתזהם, כבר עברתם בסיימת, גם גברת. טלפון להוציא? לא, שים, הוא בתחתי, הכל טוב. לא, אנחנו מקסימים, אני גם אוכל בעצם, ഇടയ്ക്ക് ഫോണ് നമുക്ക് സെക്യൂരിറ്റിയിലൂടെ അകത്തേക്ക് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനവിടെ ഫോൺ കുറച്ച് ഇരുട്ടായിട്ട് നിങ്ങൾക്ക് ഫീലായത്. ഓക്കെ.
ബോബി ജോൺ ന്യൂ ഫോണിൻ്റെ ക്ലാരിറ്റി കിടും അല്ലേ? അങ്ങനെ വാ വഴിക്ക്. അപ്പോൾ വളരെ മനോഹരമായി നിങ്ങൾക്കൊരു സ്വർണം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് പോലെ യെരുശലേം ഫീൽ ആകുന്നില്ല. സത്യത്തിൽ യെരുശലേമിനെ സാവ് എന്നാണ് പറയുന്നത്. സാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം എന്നാണ്. യെരുശലായിം ഷേൽ സാവ് ושל נחושת ושלום הלא לכל שיריה היא אני കിനോ. വാവ്, എൻ്റെ അപ്പേ, യെരുശലേമേ യെരുശലേമേ യെരുശലേമേ. പണ്ടേ ഞാൻ കുഞ്ഞു പ്രായത്തിലായിരുന്ന സമയത്ത് കത്തോലിക്കയിലായിരുന്നല്ലോ. അപ്പം പണ്ട് പ്രാർത്ഥനയിൽ ഇങ്ങനെ പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നൊക്കെ യെരുശലേമേ യെരുശലേമേ എന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ അന്ന് യെരുശലേമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിരുന്നത് ആ പാട്ടിനകത്തൊക്കെ. സത്യം ചേച്ചി, സ്വർണം തന്നെയാണ് എൻ്റെ പൊന്നൂ. ഞാൻ 24-ാം തീയതി, അതായത് ജസ്റ്റ് ഈ യെരുശലേം ഇങ്ങനെ ഇരിക്കുന്നുവെങ്കിൽ, സ്വർണം കൊണ്ട് കവർ ചെയ്തതുപോലെ യെരുശലേം ഇങ്ങനെ കാണപ്പെടുന്നുണ്ടെങ്കിൽ, സ്വർഗത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് അവിടുത്തെ മതിലകങ്ങളും തെരുവുകളും എല്ലാം സ്വർണത്താൽ അലങ്കരിച്ചിരിക്കുന്നു എന്നാ. അപ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ദൈവം ഉണ്ടാക്കിയ യെരുശലേമിന്റെ മതിലകങ്ങളും ഇതിന്റെ കല്ലുകളും എല്ലാം ആ ഒരു പ്രത്യേകതയാണ്. സ്വർണത്തിന്റെ ഫീൽ ഉണ്ടാക്കും. അതാണ് യെരുശലേമിന്റെ കല്ലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലും ഇത്ര മനോഹാരിതയിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നാലും നോക്കിയേ. അപ്പോൾ സ്വർഗം എത്ര മനോഹാരിതയോടുകൂടി സ്വർഗം ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഷെറിൻ ഐസക്, അതെ അതെ, ഭൂമിയിലെ യെരുശലേം ഇങ്ങനെയാണെങ്കിൽ സ്വർഗീയ യെരുശലേം എത്ര സുന്ദരമായിരിക്കും. തീർച്ചയായിട്ടും. ആ പക്ഷികൾ പറക്കുന്നത് കണ്ടോ? ദൈവവചനത്തില് സങ്കീർത്തനത്തിൽ 84-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കുരികിൽ തനിക്കൊരു മീവൽ പറവകൾ, കുരികിൽ തനിക്കൊരു കൂടും മീവൽ പറവതൻ കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ, കുരികിൽ തനിക്കൊരു വീടും മീവൽ പറവതൻ കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. അതായത് അവിടുത്തെ യാഗപീഠങ്ങൾ ആണ് കുരികിൽ കണ്ടെത്തിയത്, തനിക്ക് വേണ്ടി ഒരു കൂട് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ യെരുശലേം മക്കള്, അതെ അതെ, ദീപ ത്വതാമൊത്തിക്ക് 84-3, കുരുകിലൊരു വീടും ഈവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യൂത്ത് ഹേ വൗഹേ എന്ന് പറയുന്ന സർവശക്തനെ, അവിടുത്തെ യാഗപീഠങ്ങൾ തന്നെ, യാഗപീഠങ്ങൾ എന്ന് പറയുന്നതാണ് യെരുശലേം ദേവാലയത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെയാണ് യാഗപീഠങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുരികിൽ തനിക്കൊരു വീടും മീവൽ. ഇവിടെ നിന്നൊരു പേര് പറയാം, തീർച്ചയായിട്ടും ബിനി ബിജു, തീർച്ചയായിട്ടും ബിനി ബിജു, ദൈവം അനുഗ്രഹിക്കട്ടെ. ദൂതന്മാരെ, അവിടുത്തെ രാജ്യത്തിന്റെ സദ്വർത്തമാനം കേൾക്കുന്നതിന് വേണ്ടി ചെവിയോർത്ത് ഇപ്പോൾ ലൈവിൽ നിൽക്കുന്ന ഓരോരുത്തരുടെയും പേരുകൾ സ്വർഗീയ സിംഹാസനത്തിന് മുൻപിൽ കൊണ്ടെത്തിക്കുമാറാകട്ടെ. ഹരിനാഥ്, മായ, മഹി കുറേ ദിവസം കൊണ്ട് ആലോചിക്കുന്നുണ്ടല്ലേ, റീന വിലാമതിന്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോ, റീന വിലാമതിന്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോ റീന എന്ന് പറഞ്ഞിട്ട്.
ഇതേ കൂട്ടമായിട്ട് പക്ഷികൾ കണ്ടോ, പക്ഷികൾക്ക് പോലും പറവകൾക്ക് പോലും അറിയാം അവർ എവിടെ കൂട് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര കൃത്യമായിട്ടാണ് ദൈവവചനം എഴുതി വെച്ചിരിക്കുന്നത്. നോക്കിയേ പ്രിയ സഹോദരങ്ങളെ, സാധാരണഗതിയിൽ പക്ഷികളും പറവജാലങ്ങളും എല്ലാം തന്നെ മരങ്ങളിൽ പോയാണ് കൂടുകൾ എന്ത് ചെയ്യുന്നത്, കൂട്ടുന്നത്. അതാണ് സ്വാഭാവിക പക്ഷികളുടെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷെ ദൈവവചനം സത്യമായതുകൊണ്ടാണ് കുരികൾ തനിക്കൊരു വീടും മീവൽ പറവകൾ തന്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. കർത്താവെ അവരുടെ യാഗപീഠങ്ങൾ തന്നെ, അതായത് ദൈവാലയത്തിനെ ചുറ്റിപ്പറ്റിയാണ് അവ പോലും എന്ത് ചെയ്യുന്നത്, കൂട് വെച്ചിരിക്കുന്നത്. ഈ വചനത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് നമുക്ക് ഈ ചുറ്റും കാണാൻ പറ്റുന്ന ഈ പക്ഷിജാലങ്ങളുടെ ഈ സഞ്ചാരം എന്ന് പറയുന്നത് തന്നെ. മനസ്സിലായോ? അപ്പോൾ ഇത് തന്നെയാണ് ശലോമോനും ദാവീദും ആഗ്രഹിച്ചത്. കർത്താവെ അവിടുത്തെ ഈ ആലയത്തിന്റെ കാവൽക്കാരനായിരിക്കുന്നത് തന്നെ എനിക്ക് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞത്. ലത, നിമ്മി രാജീവ്, രേഖ അലക്സ്, സൂസി ഐസക്, അശ്വതി തങ്കച്ചൻ, മണിക്കുട്ടൻ, ജിൻസൺ പർലിക്കാട്, ഷീജ സാമുവേൽ, സജിനി ജോണ്, ശോഭ MB അജയ്, അശ്വതി തങ്കച്ചൻ, തീർച്ചയായിട്ടും മാത്യു ചാക്കോ ബ്രദറെ, കെവിൻ, ബേസിൽ മാത്യു, ജോഷി, തൊദാബ. ഈ യെരുശലേം ഈ ആലയത്തിന് മതിലകത്തിന്റെ ചുറ്റുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കർത്താവ് എപ്പോഴും ഒരു ശേഷിപ്പിനെ മടക്കി വെച്ചിരിക്കും. മനസ്സിലായോ? ഇസ്രായേൽ മക്കളോട് കർത്താവ് എന്താ പറയുന്നത്, മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു പോയി അവരെ മരുഭൂമിയിലേക്ക് നടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത് കർത്താവ് ഇസ്രായേൽ മക്കളോട്, ജാക്സൺ ചീരമേൽ, റിജിത്ത് ഒതയോത്ത്, ബിൻസി സന്തോഷ്, സജി ജോർജ്, ബാബി ഷപ്പു, വിവേക്, ബേസിൽ KV, ബേസിൽ മാത്യു ജോഷി, ആശ മേരി ജേക്കബ്, ജിൻസ് ഇസ്രായേൽ, ദീപ സജിത്ത്, ജോൺ ജോസഫ്, കോളിൻ നീറ്റ ആൻഡ് സാമുവേൽ. ആമേൻ. തൊദ. ബീന വട്ടനാട്ട്, പിങ്കി, ദീപ, റേച്ചൽ ജോൺ, ലത ജോർജ്, ഷീജ പ്രമോദ്, നീതു ജോർജ്. ഞാൻ നിങ്ങളുടെ എല്ലാം പേര് വിളിക്കുന്നത് സത്യത്തിൽ ഞാൻ പേര് വിളിക്കുമ്പോഴും നിങ്ങൾ ഈ ആകാംക്ഷയോടുകൂടി കർത്താവിന്റെ എന്താ പറയുന്ന വചനത്തിന്റെ സത്യങ്ങളെയും യാഥാർത്ഥ്യത്തെയും കാണുവാനും കേൾക്കുവാനും കർത്താവിന്റെ മക്കളെയാണ്, അപ്പൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിന്റെ സന്തതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ. അവരുടെ ആ മുഖത്ത് തന്നെയുണ്ട് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇസ്രായേൽ എന്ന് പറയുന്നത് സാധാരണ ഒരു സന്തതിയല്ല. ദൈവം തിരഞ്ഞെടുത്ത, ദൈവത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അവിടെ എഴുതിയിരിക്കുന്നു, ദാവീദ് തന്റെ ആത്മാവിൽ ഇരുന്നു കൊണ്ട് ആത്മീയമായി ഗാനം ഉച്ചരിച്ചുകൊണ്ട് പ്രമോദ് കോലയാട്, മേഴ്സി ചാർലി, കാർത്തിക, കീർത്തന, വിളിച്ചു, അനിത, സജു വർഗീസ് ബ്രദറെ വിളിച്ചു, ജിൻഡ, ലിയോൺ, സൗമ്യ ബിനീഷ്. സൗമ്യ, തീർച്ചയായിട്ടും സൗമ്യ മോളെ, ദൈവം ജീവിതത്തിൽ സൗമ്യക്ക് വലിയൊരു വിടുതൽ അയക്കും നിശ്ചയമായും. സ്വർഗത്തിലെ അപ്പന്റെ കരം സൗമ്യയുടെ കൂടെയും അതുപോലെ തന്നെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ കൂടെയും ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും നിങ്ങളെ മൂടി മറയ്ക്കും. അപ്പന്റെ സ്നേഹത്തില് നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് സത്യം തുറന്നു പറയാം, നിങ്ങളെ ഇപ്പോൾ ഞാൻ ലൈവിൽ കൊണ്ടുവന്ന് ഇത് കാണിക്കുന്നു. പക്ഷെ ഞാൻ യെരുശലേമിൽ വരുന്നതിന് മുൻപേ എൻ്റെ ദുഃഖത്തിലും എൻ്റെ കണ്ണുനീരിലും എൻ്റെ വിലാപത്തിലും എല്ലാം ഞാൻ 24 മണിക്കൂറും ഇസ്രായേൽ മക്കൾ, ഈ യഹൂദന്മാർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും അവർ ദൈവത്തോട് നൃത്തം ചെയ്യുന്നതും ആനന്ദിക്കുന്നതും നമ്മളെ എല്ലാം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിജു കുര്യാക്കോസ്, ഏഞ്ചൽ മറിയം ബിജു, അലൻ സാംസൺ, ഷേർലി തോമസ്, ഷീന റാണി, റേച്ചൽ, തീർച്ചയായിട്ടും റേച്ചൽ ജോൺ, തീർച്ചയായിട്ടും ആലീസ് കുരുവേലിൽ,
ശിവ ചന്ദ്രിക, നീതു ജോർജ്, ജോസഫ് ചെറിയാൻ, പ്രവീൺ സിൽവസ്റ്റർ ബ്രദർ, ഷൈനി ജോസഫ്, ദാന വിൻസ്, ആമി സൂസൻ ഫിലിപ്പ്, നീതു ജോർജ്, ലിജി മനോജ് വിളിച്ചില്ല, ആമോസ് ജിപ്സ്റ്റ് ബ്രദറെ, സമുവേൽ പടിഞ്ഞാറേ മുറിയിൽ, ഫേബ ക്രിസ്റ്റി, മേഴ്സി, കുറച്ച് മേരി സൗമ്യ, ജെസ്സി എറിക്, റീജ സജീവ്, ലീല വി ജോർജ്, ആബാ തൊദ, സന്തോഷ് തോമസ്, ജിമോൾ അലക്സ്, നീതു എവിക. സത്യത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഇസ്രായേൽ മക്കൾ പേപ്പറിൽ അവരുടെ പേരുകൾ എഴുതിക്കൊണ്ട് വെക്കും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, ഈ ആലയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 3000 വർഷത്തെ പഴക്കമാണ്. 1-2 ദിവസത്തെ ഒന്നുമല്ല, 3000 വർഷത്തെ പഴക്കം. ഒന്ന് ചിന്തിച്ച് നോക്കി, 3500 വർഷത്തെ ഒന്നും രണ്ടും ദിവസത്തെ ഒന്നുമല്ല. ഒലിവിയ ഇവാനിയ, സുനിൽ ജോർജ്, ക്രിസ് ആൻഡ് ഗ്രേസ്, അദീന, ആമേൻ, തൊദാബ, ലിനിയ, മിയ, ആമേൻ, റെനിസൻ, സുരേഷ് കണ്ണൻ, അബ തൊദാബ. ഓരോ പേരുകളും പേർ വിളിക്കും നേരം കാണും. എൻ്റെ അപ്പോ പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും. സുരേഷ് കണ്ണൻ, ബാഹു ഗുണ ജിയൻ, ലിജു നയന നോയൽ, കുഞ്ഞാറ്റ തങ്കുട്ടൻ, പേർ വിളിക്കും നേരം കാണും എൻ പേരും. നന്മ ആൻഡ് ദിലീപ്, ബിൻസി ലാലിച്ചൻ, സമീറ മോഹൻ, സജി ജോർജ്, പേർ വിളിക്കും നേരം കാണും. മെഴ്സി ജോൺ, പേർ വിളിക്കും നേരം കാണും. ഹരിനാഥ്, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. ദാവീദ് ദിവാന, സതീഷ് ജോസ്, റീന, എന്റെ പേര് കൂടി പറയുമ്പോ തീർച്ചയായിട്ടും. സിന്ധു സിറിൽ, ഗ്രേസ് മോൾ, ജയ് ജോൺ, ആമേൻ, തൊദാ, ഗോഡ് ബ്ലെസ് യു. അമ്രിയ, അപ്പു, അനിൽ വർക്കി, അനു തോമസ്, ജിജി ഷാജൻ, ജിജി, ജോയൽ, ജോന, സിനിമോൾ അലക്സ്, ആശാമോൾ, പേർവിളി, അദീന റാണി, ജെറീന, ആമേൻ, തൊദ, ആദം കൃഷ്ണ, അമേയ അപ്പു, സന്തോഷ് തോമസ്, റജി ബൈജു, ബീന ജോസഫ്, ചേച്ചിയുടെ പേര് മറന്നു പോണ്ട, ദീപ സജിത്, ആര്യൻ, റജി വർഗീസ്, ബോബി ജോൺ, അബ തൊദ, പേർ വിളിക്കും നേരം കാണും എൻ പേരും. രഞ്ജിത്ത് മാജിദ, റോസമ്മ ജോൺ, പേർ വിളിക്കും നേരം കാണും. ലിബിൻ, യോഹന്നാൻ ഗി വർഗീസ്, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം ആന്റണി, കർത്തൃകാഹളം യുഗാന്ത്യകാല. സത്യം പറഞ്ഞാൽ എന്റെ ഹൃദയം, എന്റെ ശരീരമൊക്കെ കോരിത്തരിക്കുന്നു കേട്ടോ നിങ്ങളുടെ പേരൊക്കെ വിളിക്കുന്ന സമയത്ത്. ഐ ഡോണ്ട് നോ എന്താ ഞാൻ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ആക്ച്വലി ഈ പേരിപ്പം ഞാൻ നിങ്ങളുടെ പേരുകളൊക്കെ ഈ വിലാമതിന്റെ മുമ്പിൽ നിന്ന് വിളിക്കുന്ന സമയത്തുണ്ടല്ലോ, സ്വർഗരാജ്യത്തില് ജീവന്റെ പുസ്തകം തുറന്നു വെച്ചിട്ട് ദൂതന്മാർ ആ പേര് വിളിക്കുന്നത് പോലെ എനിക്ക് ഫീലാകുന്നു. ഫിലിപ്പ് സാമുവേൽ, ജോളി നിധി, പേർ വിളിക്കും നേരം കാണും. അഞ്ജു ബെന്നി, അനു തോമസ്,
പേർ വിളിക്കും നേരം കാണും എൻ പേരും ലിസിപ്പോൾ. സത്യത്തിൽ ഇത്ര മനോഹരമായിട്ട് കർത്താവ് ആ 3500 വർഷത്തെ പഴക്കം, 3500 അതിൽ കൂടുതൽ വർഷമുണ്ട്. ജോഷി ലിനി ബെൻ, തീർച്ചയായിട്ടും ജോഷി ലിനി ബെൻ. പേർ വിളിക്കും നേരം കാണും എൻ പേരും. പ്രിയ സഹോദരങ്ങളെ, ഈ വിലാപം മതിലിന്റെ ശേഷിപ്പ് കർത്താവ് നമുക്ക് കാണിച്ചു തരുന്ന എന്തിനാണെന്നറിയാമോ? സ്വർഗത്തിലെ രാജാതിരാജാവായ നമ്മുടെ സർവശക്തനായ ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും മടക്കി കൊണ്ടുവന്നതിന് ശേഷം ആ ഇസ്രായേൽ മക്കളോടൊപ്പമായിരുന്നു കൊണ്ട് മിസ്രൈമിൽ അത്ഭുതങ്ങളെ ചെയ്ത് ഞാൻ എപ്പോഴും കർത്താവിനെ എന്തുവാ, കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം തുതിച്ചിടട്ടെ. ബിൻസി, ബിനു, ബിബിൻ, റോബിൻ, റോഷൻ, സോഫിയ, റോസമ്മ, ലീന, ജോയ് വർഗീസ്, തോമസ്, റീന ജോൺ, ശ്രേയ കൊക്കോത്ത്, ജ്യോതിസ്, അക്സ ജോയൽ, സൈറ ജിബി, ഉഷാദേവി, സുഗതൻ, പേരെന്താ പറഞ്ഞ, ഉഷാദേവി, സുശാന്ത്, രശ്മി, ഗണേഷ്, ഗായത്രി, ലേഖ, മോളി പാറു, ഓക്കെ. പ്രഗ്യ പറഞ്ഞു, പ്രഗ്യ, സോഫിയ, ഷാർലറ്റ്, മഹേഷ്, അരുൺ, ഷാനറ്റ്, മാത്യു, ഓക്കെ. ലാലി, റോമി, ബിന്ദു തോമസ്, ലാവണ്യ ജോസഫ്, ജോൺസൺ, അനു തോമസ്, ഷിനു, റോജി, ഷിനു, ജോസഫ് ആൻഡ് ബെൻ. കൃപ ലഭി, ഋതു, അലൈ, ജോർജ്, ജോൺ, ഗീതു, സുബിൻ, റൈച്ചൽ, ജോർഡി, തൊദ, സമീർ, ജെസി, ജോസ്, ജ്യോതിസ്, അക്സ, ജെസി ജോൺ, ബിജു, കോടിത്തോട്ടം, കെ, ലിജോ രാജൻ. കൃപ ലഭിച്ചോ, വിജീന, അരുൺ, ആശ. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. മണി തങ്കച്ചൻ, റിച്വൽ, ദേവ, വിജയമ്മ, വിനീത. ആരാധന ഇസ്രായേൽ ദൈവത്തിനാരാധന, ആരാധന ഇസ്രായേൽ ദൈവത്തിനാരാധന. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന, മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന ആൽഫി, അബ്രഹാമിൻ ദൈവത്തിനാരാധന. മോറിയ മലയിൽ നിറഞ്ഞു നിന്ന, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം മോറിയ മലയാണ്. ഇസഹാക്കിൻ ദൈവത്തിനാരാധന, മോറിയ മലയിൽ. ജിജി ഷാജൻ ഇറങ്ങി വന്ന, ഏലമ്മ, പേലി, ഇസഹാക്കിൻ ദൈവത്തിന്. ആശാ മേരി, ജേക്കബ്, നാദാൻ, ദിലീപ്. ആരാധന ഇസ്രായേലിൻ ദൈവത്തിനാരാധന, ആരാധന അബ്രഹാമിൻ ദൈവത്തിനാരാധന. മരുഭൂമി മിസ്രൈം എന്ന ദേശത്ത് മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിനാരാധന. അനീഷ്,
മിസ്രൈം എന്ന ദേശത്ത് മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിനാരാധന. മരുഭൂമിയിൽ മന്നാദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിനാരാധന. മരുഭൂമിയിൽ മന്നാദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിനാരാധന. ആരാധന ആരാധന ഇസ്രായേലിൻ ദൈവത്തിനാരാധന. ആരാധന ആരാധന ഇസ്രായേലിൻ ദൈവത്തിനാരാധന. കാരാഗ്രഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിനാരാധന. കാരാഗ്രഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിനാരാധന. കർമ്മേൽ എന്ന മലയിൽ ഇറങ്ങി വന്ന ഏലിയാവിൻ ദൈവത്തിനാരാധന. കർമ്മേൽ എന്ന മലയിൽ ഇറങ്ങി വന്ന ഏലിയാവിൻ ദൈവത്തിനാരാധന. റജോ ആരാധന. ലിസി മന്ദാർ ആരാധന ഇസ്രായേലിൻ ദൈവത്തിനാരാധന. ആരാധന ആരാധന ഇസ്രായേലിൻ ദൈവത്തിനാരാധന. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന് മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന. അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബിന്റെ ദൈവത്തിനാരാധന. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന. മോറിയാമലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിനാരാധന. മോറിയാമലയിൽ ഈ കാണുന്നതാണ് മോറിയാമല. മോറിയാമലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിനാരാധന. ആരാധന. നോർബർട്ട് ആരാധന ഇസ്രായേലിൻ ദൈവത്തിനാരാധന. ഇസ്രായേലിന്റെ ദൈവത്തിനാരാധന. ആരാധന ആരാധന അബ്രഹാമിൻ ദൈവത്തിനാരാധന. അതുല്യ പൊന്നൂസ്. സഹോദരങ്ങളെ, അബ്രഹാം ഇസ്ഹാക്ക് യാക്കോവിന്റെ ദൈവത്തിന്, ഇസ്രായേലിന്റെ ദൈവത്തിന് ആ മഹത്വം കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം, സത്യം പറഞ്ഞ ഈ സ്ഥലത്ത് നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, ആ ചരിത്രത്തിലൂടെ നിങ്ങളെ കൊണ്ടുവന്നിട്ട് എൻ്റെ സ്വർഗത്തിലെ അപ്പൻ നിങ്ങളോട് പറയുകയാണ്, ഈ അന്ത്യകാലഘട്ടത്തിൽ മക്കളെ അറിഞ്ഞുകൊള്ളുക, കാലങ്ങൾ വേഗം അടുത്തിരിക്കുന്നു. ഞാൻ ഇസ്രായേലിലൂടെ സംസാരിച്ചത് ഇസ്രായേൽ മക്കളെ വീണ്ടെടുത്തുകൊണ്ട് ഈ ലോകത്തിന് മുഴുവനും രക്ഷ പകർന്നു കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിച്ചത് വെറുതെയല്ല, അത് വിശ്വസിച്ച് കൈക്കൊണ്ട് ഒരു ശിശുവിനെ പോലെ ദൈവത്തെ സ്വീകരിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമുള്ളതാണ് രക്ഷ എന്ന് പറയുന്നത് തന്നെ. കാരണം ഇത് സാധാരണ ജനത്തിന് കൊടുക്കുവാനുള്ളതല്ല, ഇത് സാധാരണ ജനത്തിന് കൊടുക്കുവാനുള്ളതല്ല. ഇത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മക്കളുടെ അപ്പം എടുത്തു വെച്ചിട്ട് അത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കനാന്യ സ്ത്രീയെ പോലെ കർത്താവെ, മക്കളുടെ മേശമേൽ നിന്നും വീഴുന്ന അപ്പം നുറുക്കുകൾ കൊണ്ട് നായ്ക്കുട്ടികളും ഉപജീവിക്കുന്നുവല്ലോ, എങ്കിൽ അവരുടെ മേശ നുറുക്കുകൾ കൊണ്ടെങ്കിലും ഞങ്ങളെ തൃപ്തിപ്പെടുത്തണമേ എന്ന് കനാന്യ സ്ത്രീ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങൾ ദൈവത്തോട് ചോദിച്ചാൽ നിശ്ചയമായും ആ വിശിഷ്ട അവകാശത്തിലേക്ക് നിങ്ങളെയും കൊണ്ടെത്തിക്കും. പ്രിയ സഹോദരങ്ങളെ, അതിന്റെ ഭാഗമാണല്ലോ നിങ്ങൾ ഇന്ന് ഈ ലൈവിൽ ഇരുന്നു കൊണ്ട് നിങ്ങളിത് ഇസ്രായേലിന്റെ ഈ മനോഹര ദേശത്തെയും യാഗപീഠത്തെ നോക്കി കുരുവികൾ പറന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സാധാരണ പക്ഷികളെല്ലാം തന്നെ മരങ്ങളിൽ പോയി അഭയം പ്രാപിക്കുക ചെയ്യുന്നത്. പക്ഷെ സങ്കീർത്തനം 84-ാം അധ്യായത്തിൽ ഇത് കണ്ടുകൊണ്ടാണ് മുന്നമേ ദാവീദ് പറഞ്ഞത്, കുരികിൽ തനിക്കൊരു വീടും മീവൽ പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. അത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുത്തെ യാഗപീഠങ്ങൾ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ സത്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അത് ചുറ്റിപ്പറ്റി ഇവിടെ തന്നെ കറങ്ങി നിൽക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി അന്ത്യകാലഘട്ടത്തിൽ വെറുതെ ആയിട്ടില്ല. അത് വെറുതെ ആകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങൾ എന്ത് ചെയ്തത്, ഉറപ്പിച്ചതും നിലനിർത്തിയതും. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി. നിങ്ങൾ അന്ത്യകാലഘട്ടത്തിലെ പോരാട്ട വീരന്മാരാണ്. ഇസ്രായേൽ ജനത്തിനൊപ്പം അവകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ കടപ്പെട്ടവരാണ് നിങ്ങൾ. എത്ര പേര് അവസാനം വരെയും പിടിച്ചു നിൽക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്. കാലങ്ങൾ അടുത്തിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊള്ളുവിൻ പ്രിയ സഹോദരങ്ങളെ. കാലങ്ങൾ ഇനി അധികം ഇല്ല എന്നുള്ളത്. കാഹളം കാതുകളിൽ കേട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. യേശുവാരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ട് പായുകയായി. യേശുവാരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ട് പായുകയായി. കാഹളം കാതുകളിൽ കേട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. ആമേൻ. യാക്കോബിനെ വേർതിരിച്ച ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു, ഇസഹാക്കിനെ വേർതിരിച്ചു. അബ്രഹാമിനെ തിരഞ്ഞെടുത്തു, ഇസഹാക്കിനെ വേർതിരിച്ചു. യാക്കോവിനെ അനുഗ്രഹിച്ചു, ഇസ്രായേൽ എന്നും വിളിച്ചു. യാക്കോവിനെ അനുഗ്രഹിച്ചു, ഇസ്രായേൽ എന്നും വിളിച്ചു. ദൈവം സർവശക്തൻ, സർവശക്തൻ, സർവശക്തൻ കൂടെയുണ്ട്. സർവശക്തൻ നിഴലിൻ കീഴിൽ ഞാൻ വസിപ്പത് ആനന്ദമാനന്ദമേ. വനം തളരുകില്ല, പതറുകില്ല, സർവശക്തൻ കൂടെയുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. സർവശക്തൻ യേശുവ അല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. സർവശക്തൻ യേശുവ അല്ലോ. ആമേൻ. ബാബിഷ് അപ്പു, ഈ സ്ഥലം എത്ര വർഷത്തെ പഴക്കമുണ്ട് ചേച്ചി? അയ്യോ, ഈ സ്ഥലം 14,000 വർഷത്തെ പഴക്കമുണ്ട് മോനെ. ഇതിന് 3500 വർഷത്തെ പഴക്കമുണ്ട്. ആ മതിലുകൾ എന്ന് പറയുന്ന, കല്ലുകൾ എന്ന് പറയുന്ന ശലോമോൻ പണി കഴിപ്പിച്ചതാണ്. അപ്പോൾ 3500ഓളം വർഷം ഈ കല്ലുകൾക്ക് തന്നെ ഇതുണ്ട്. അതുകൊണ്ട് രഞ്ജിത്ത് ആറുമുഖൻ, ആമേൻ, പ്രൈസ് ഗോഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇവിടെയൊക്കെ എന്താ പറയുന്നത്, കർത്താവിന്റെ ആനന്ദത്തിൽ ആനന്ദിക്കുവാനായിട്ട് എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ഇതുവഴിയിലൊക്കെ എത്ര പ്രാവശ്യം ഇതിലേ കൂടിയൊക്കെ നടന്നു പോയിട്ടുണ്ട്. എത്ര പ്രാവശ്യം ഈ വഴിത്താരകളിലൂടെ. റാഹേലായ എന്നെയും സ്നേഹിച്ച എന്റെ പൊന്നപ്പന്. ആമേൻ. റേച്ചൽ ജോൺ, തീർച്ചയായിട്ടും. പ്രവീൺ സിൽവസ്റ്റർ ബ്രദർ, എനിക്ക് മനസ്സിലായില്ല. യാഹുവ ബ്ലസ് യു സിസ്റ്റർ റീന എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. യേശുവ എന്നുള്ളത് എനിക്കറിയാം. യാഹുവ എന്നുള്ള ആ പദ പ്രൊനൗൺസിയേഷന്റെ പൊരുളാണ് എനിക്ക് മനസ്സിലാകാത്തത്. എത്ര സുന്ദരം, എത്ര മനോഹരം, എത്ര മനോഹരം ഈ ജന്മം. ഇത് ദൈവത്തിൻ ദാനം, സ്നേഹത്തിൻ ദാനം, സ്വർഗീയനാഥന്റെ മോഹന സ്വപ്നം. വാവ്. ഷലോം ഷലോം യെരൂശലേം, യെരൂശലേം. ഷലോം ഷലോം യെരൂശലേം. ഷലോം ഷലോം യെരൂശലേം, യെരൂശലേം. ഷലോം ഷലോം യെരൂശലേം. ഷലോം ഷലോം
ഷാലോം 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 യെരൂശലേം. സ്റ്റെഫി റോബർട്ട്, ആ കുഞ്ഞോ ചക്കരെ പൊന്നെ നിന്റെ പേര് വിളിക്കാനായിട്ട് ഇപ്പൊ അവസരം കിട്ടി. ഓക്കെ മുത്തേ. സ്റ്റെഫി ചേച്ചി തമിഴ് സോങ്. உள்ளமெல்லாம் உருகுதையா உந்தன் அன்பை நினைக்கையிலே, உள்ளமெல்லாம் உருகுதையா உந்தன் அன்பை நினைக்கையிலே, தன்னாலே கண்ணு கலங்குது கர்த்தாவை உம்மை நினைக்குது, இந்த தெள்ளு பூச்சிக்கும் நல்ல வாழ்வை தந்தீரே, என்னை நல்லவனாக்கி அல்லையில் வைத்து கொண்டீரே, இந்த தெள்ளு பூச்சிக்கும் நல்ல வாழ்க்கையை தந்தீரே, என்னை நல்லவனாக அல்லையில் வைத்து கொண்டீரே, உள்ளமெல்லாம் உருகுதையா உந்தன் அன்பை நினைக்கையிலே, உள்ளமெல்லாம் உருகுதையா உந்தன் அன்பை நினைக்கையிலே, தன்னாலே கண்ணு கலங்குது കർത്താവെ ഉമ്മൈ നിനക്കിത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുന്ന സമയത്ത് ഉള്ളമെല്ലാം കലങ്കുതയ്യാ, നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുകയാണ്. തന്നാലെ കണ്ണ് കലങ്കുത്, ഓട്ടോമാറ്റിക്കായിട്ട് കണ്ണ് നിറഞ്ഞു പോവുകയാണ്. കർത്താവെ ഉമ്മൈ നിനക്കിത്, இந்த തെള്ളു പൂച്ചിക്ക് നല്ല വാഴ്ക്കൈ തന്തീരേ, ഈ ചെള്ളു പോലിരിക്കുന്ന എനിക്കും നല്ലൊരു ജീവിതം തന്നല്ലോ കർത്താവെ, എന്നെ നല്ലവനാക്കി അല്ലയിൽ വയ്ത്ത് കൊണ്ടീരേ, എന്നെ ശ്രേഷ്ഠതയുള്ളവളാക്കി, എന്നെ ഏറ്റവും നല്ലവളാക്കി എന്നെ കൊണ്ടുവന്ന് നടക്കുന്നല്ലോ അപ്പാ, இந்த തെള്ളു പൂച്ചിക്ക് നല്ല വാഴ്ക്കൈ തന്തീരേ. സത്യത്തിൽ ഈ പാട്ട് നാട്ടിലിരുന്ന സമയത്ത് ഞാനിങ്ങനെ പാടുന്ന സമയത്ത് ഈ യെരൂശലേമിനെ ഓർത്ത് നാൾക്ക് നാൾ കണ്ണുനീരോടുകൂടി വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഈ യെരൂശലേമിന്റെ തെരുവോരങ്ങളിലൂടെ ഞാൻ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ യെരൂശലേമിന്റെ ഓരോ വഴിത്താരകളിലൂടെയും സ്വപ്നത്തിലൂടെ എത്ര നാൾ നടന്നു പോയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല പ്രിയ സഹോദരങ്ങളെ. അത്രമാത്രം നാളുകൾ ഈ യെരൂശലേമിന്റെ തെരുവോരങ്ങളിലൂടെ സ്വപ്നത്തിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ജീവിക്കുന്ന ഒരു സാക്ഷിയാണ്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ഞാൻ നിനക്ക് മാനിച്ചു തരും, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ഞാൻ നിനക്ക് നടത്തിത്തരും എന്ന് പറഞ്ഞ് സ്വർഗത്തിനായ ദൈവം സങ്കീർത്തനക്കാരനിലൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചുമ്മാ ഒരു കളിപ്പോക്കിന് വേണ്ടി പറഞ്ഞ കാര്യമല്ല പ്രിയ സഹോദരങ്ങളെ. വിശ്വാസത്തോടുകൂടി അത് മുറുകെ പിടിച്ചുകൊണ്ട് രാവും പകലും ആ സ്വപ്നത്തിലൂടെ നിങ്ങൾ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി കൊണ്ടുവരുവാൻ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്ന ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചാൽ നിശ്ചയമായും കാണാത്ത കാര്യങ്ങളുടെ പ്രത്യാശയെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകരുത്. അതിന് ഞാൻ ജീവിക്കുന്ന സാക്ഷിയാ. യാതൊരു വിധത്തിലും ഇസ്രായേൽ എന്ന് പറയുന്ന ദേശം സ്വപ്നത്തിലല്ലാതെ ഒരിക്കലും കണ്ടെത്തുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ചിരുന്ന സ്ഥാനത്ത് സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെ ഇസ്രായേലിൽ കൊണ്ടുവന്ന് എത്തിച്ചത് ദൈവത്തിന്റെ കരുണയും കൃപയുമാണ് എന്നുള്ളത് മറന്നു പോകരുത്. இந்த தெள்ளு பூச்சிக்கும் நல்ல வாழ்க்கையை தந்தீரே, മറഞ്ഞു വീഴാതിരുന്നാൽ കൊള്ളാം. എന്നെ നല്ലവനാക്കി അല്ലയിൽ വയ്ത്ത് കൊണ്ടീരേ. അയ്യോ ഭയങ്കര വെട്ടത്തിലാണല്ലോ ബാക്കില്. இந்த தெள்ளு பூச்சிக்கும் நல்ல வாழ்க்கையை தந்தீரே, என்னை நல்லவளாக்கி അല്ലയിൽ വയ്ത്ത് കൊണ്ടീരേ. ടു 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 ടു. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരൻ, ഈ വെട്ടം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഓക്കെ, കുറച്ച് ഇങ്ങനെ കറക്കി. ഓക്കെ മൈ ഹാർട്ട് ഈസ് ഡാൻസിങ് ഇൻ ജെറുസലേം. അതെ, ലെറ്റ്സ് ഡാൻസ് ആൻഡ് പ്രൈസ്. അതെ. ഞാൻ ഒരു എന്താ പറയുന്ന ഒരു പാട്ടുണ്ടല്ലോ, അയ്യോ ഇവിടെ വെക്കട്ടെ, എൻ്റെ ഫോണാണിത്. ഒരു പാട്ട് എന്ത് പറയുന്ന, അയ്യോ ആ പാട്ട്, ஆவி என் மேல் அசைவாடுதே, ஆடுவேன் நான் தாவீதை போல். ஆவி என் மேல் அசைவாடுதே, ஆடுவேன் நான் தாவீதை போல். ஆடுவேன் நான் தாவீதை போல். ஆடுவேன்
ஆடுவேன் ஆடுவேன் நான் தாவீதை போல். ஆவியின் மேல் அசைவாடுதே பாடுவேன் நான் தாவீதை போல். ஆவியின் மேல் அசைவாடுதே பாடுவேன் நான் தாவீதை போல். பாடுவேன் 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 நான் தாவீதை போல். பாடுவேன் 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 நான் தாவீதை போல். ஆவியின் மேல் அசைவாடுதே ஆடுவேன் நான் தாவீதை போல். ஆவியின் மேல் അസൈവാടുതേ ആടുവേൻ. ആവിയൻ മേൽ അസൈവാടുതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ ദാവീദിനെ പോലെ നൃത്തം ചെയ്യും. ആടുവേൻ 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 ഞാൻ ദാവീദെ പോൽ. ദാവീദിന്റെ നഗരമായ യെരൂശലേം, എന്റെ കർത്താവേ, ദാവീദിന്റെ മകനായ ശലോമനെ കൊണ്ട് പണി കഴിപ്പിച്ച ഈ ആലയത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ആ സർവശക്തനായ ദൈവത്തെക്കുറിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് സ്വർഗം എനിക്ക് തന്ന ഈ മഹാഭാഗ്യത്തെ ഓർത്തിട്ട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല എന്ന് വേണം പറയാനായിട്ട്. അത്രയ്ക്കും സന്തോഷമുണ്ട് പ്രിയ സഹോദരങ്ങളെ. അന്ത്യകാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ട് കർത്താവ് എന്നെ കൊല്ലത്ത് നിന്നും, അതായത് കൊല്ലത്ത് നിന്നും ദൈവം തർശീഷിൽ നിന്നും എടുത്തുകൊണ്ട് വന്നിട്ട് നിനവയിലേക്ക് കൊണ്ടുപോയിട്ട് ആരെ കൊണ്ടിട്ടതുപോലെ, യോനയെ കൊണ്ടിട്ടതുപോലെ കൊല്ലം എന്ന് പറയുന്ന തർശീഷിന്റെ നഗരത്തിൽ നിന്നും ദൈവം എടുത്തുകൊണ്ട് വന്നിട്ട് യെരൂശലേമിൽ കൊണ്ട് നിർത്തി അന്ത്യകാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ എന്നെ ദൈവം എടുത്തുപയോഗിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല പ്രിയ സഹോദരങ്ങളെ. കാലങ്ങൾ ഇനി അധികമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് യാഥാർത്ഥ്യ ബോധത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അന്ത്യകാലഘട്ടത്തിന്റെ നല്ലൊരു പടയായിട്ട് കർത്താവിന് വേണ്ടി എന്നോടുകൂടെ കഷ്ടം സഹിച്ചുകൊള്ളുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് ഏതൊരു പടയാളിയും ജീവിതകാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന് ദൈവവചനത്തിൽ പറഞ്ഞതുപോലെ ആ പട ചേർത്ത കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ടതിന് ഹമനോഹരം യാഹേ എന്ന് പറയാൻ ശരിയാകത്തില്ല, ആ പദം ശരിയാകത്തില്ല നമുക്ക്. ഹമനോഹരം യാഹേ വേണ്ട, ഹമനോഹരം യേശുവ അങ്ങേ ആലയം എന്ന് പറയാം. ഹമനോഹർ അതുല്യ പൊന്നൂസ്, അതെ, ദാവീദെ പോലെ നടനമാടി അപ്പാവെ സ്തോത്തരിപ്പേൻ. ദാവീദെ പോലെ നടനമാടി അപ്പാവെ സ്തോത്തരിപ്പേൻ. എന്റെ അപ്പൻ ഈ പാട്ട് എപ്പോഴും നാട്ടിയിരിക്കുന്ന സമയത്ത് പാടുമായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ അപ്പൻ്റെ കൂടെ റീനാമ എന്ന് പറഞ്ഞ് എൻ്റെ കൈക്ക് പിടിച്ച് എൻ്റെ അപ്പൻ ഇങ്ങനെ പാട്ടുകൾ പാടുമായിരുന്നു ആ സമയത്ത്. പക്ഷെ എൻ്റെ അപ്പൻ അപ്പോഴും എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ അപ്പനോട് ചോദിക്കുമായിരുന്നു, അപ്പാ ഈ വഴികളിലൂടെ എല്ലാം ഞാൻ നടക്കുമോ അപ്പാ, എന്നെ എൻ്റെ അപ്പ ഇത് യേശു അപ്പ ഇതിലെ കൂടിയൊക്കെ കൊണ്ടുപോകുമോ അപ്പാ എന്നൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പൊ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞ കാര്യമാണ്, റീനാമ നിന്നെ യേശു അപ്പ ഇതിലേ കൂടി എല്ലാം കൊണ്ടുപോകുമോളെ, നീ യെരൂശലേമിലേക്ക് പോകുമോളെ എന്ന് പറഞ്ഞ് എൻ്റെ 13-ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിരുന്നു. പ്രിയ സഹോദരങ്ങളെ, അന്ന് എൻ്റെ അപ്പൻ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിലും അത് കർത്താവിന്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതും ഈ അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ദൈവം എന്നെ ഇടയാക്കിയതും എന്ന് വേണം പറയാനായിട്ട്. അതിന് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല എന്ന് വേണം പറയുവാനായിട്ട്. ആ ദൈവത്തിന്റെ സ്നേഹത്തെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനും വിവരിക്കാനും വാക്കുകളില്ല. ആമേൻ. അപ്പോൾ ഒരുപാട് കഷ്ടതയിലൂടെ ദൈവം എന്നെ കടത്തി ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചെന്നറിയാമോ? നിങ്ങളുടെ മുമ്പിൽ സാക്ഷിയായിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ ഒരു സത്യത്തിന്റെ ഒരു സാക്ഷിയാണ് പ്രിയ സഹോദരങ്ങളെ. ഞാൻ ഈ തെരുവോരങ്ങളിലെല്ലാം രാത്രിയുടെ യാമങ്ങളിൽ സ്വപ്നത്തിലൂടെ കണ്ട് രാത്രിയിൽ കണ്ണുനീര് മാത്രം എന്റെ കിടക്കയിൽ ഒഴുക്കിക്കൊണ്ടിരുന്ന നാളുകളുണ്ടായിരുന്നു. അപ്പാ എന്നപ്പാ ഞാൻ യെരൂശലേമിലേക്ക് എത്തും, എന്നപ്പാ വാഗ്ദത്ത ദേശത്തിലേക്ക് ഞാൻ എത്തും. മിസ്രയീം ദേശത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ച് എന്റെ കർത്താവ് കൊണ്ടുവന്ന് ഇസ്രായേൽ കനാൻ ദേശത്തിലേക്ക് എത്തിച്ചതുപോലെ എന്റെ ജീവിതത്തിലും എന്നാണ് എന്റെ പിതാവെ കനാൻ ദേശത്തിലേക്ക് എന്റെ അപ്പൻ എന്നെ കൊണ്ട് എത്തിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പല നാളുകൾ കണ്ണുനീരോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും
അപ്പന്റെ മുമ്പിൽ ചിലവഴിച്ച നാളുകൾ ഉണ്ടായിരുന്നു പ്രിയ സഹോദരങ്ങളുടെ. രാത്രിയുടെ യാമങ്ങളിലെല്ലാം കണ്ണുനീര് മാത്രമായിരുന്നു എന്റെ ചുറ്റും ഉണ്ടായിരുന്നത്. അപ്പോഴും എന്റെ അപ്പനോട് പറയും, എന്റെ അപ്പച്ചി, അപ്പന്റെ കയ്യിലുള്ള തുരുത്തി നിറഞ്ഞില്ലേ അപ്പ? അപ്പന്റെ കയ്യിലുള്ള തുരുത്തി ഇതുവരെയ്ക്കും നിറഞ്ഞിട്ടില്ലേ കർത്താവേ? എന്റെ കണ്ണുനീർ ആ തുരുത്തിയിൽ കവിഞ്ഞ് പുറത്തേക്ക് ഒരു തുള്ളി വീഴുന്നതിന് മുമ്പേ എന്നെ ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുവരണമേ അപ്പ. ദൈവത്തിന്റെ പദ്ധതി എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. കർത്താവ് എന്നെ കുറിച്ച് പറഞ്ഞൊരു പദ്ധതി, നീ യെരൂശലേമിൽ തുടങ്ങി എന്റെ സാക്ഷിയായി മാറും, ലോകത്തിന് മുഴുവനും നീ എന്റെ സാക്ഷിയായി തീരുമെന്ന് കർത്താവ് പറഞ്ഞ ആ വാഗ്ദത്തം എന്നെ ഒന്ന് നിറവേറ്റി കാണിക്കണമേ അപ്പ. എന്നെ കർത്താവ് വിളിച്ചതും എന്റെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്ന അഭിഷേകത്തിന്റെയും നിറമൊന്ന് വെളിപ്പെടുത്തി തരണമേ അപ്പ എന്ന് പറഞ്ഞുള്ള രാത്രികളുടെ കരച്ചിലും പ്രാർത്ഥനയുമായിരുന്നു പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ വാഗ്ദത്ത ദേശത്തിലേക്ക് ദൈവം, ഇസ്രായേലിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നത് മാത്രമല്ല, തെരുവോരങ്ങളിലൂടെ നിങ്ങൾ കണ്ട് വായിച്ചു കേട്ട അറിവുകളിലൂടെ നിങ്ങളെ നടത്തിക്കൊണ്ടുപോയി സത്യവചനത്തിന്റെ യാഥാർത്ഥ്യത്തെ വിളിച്ചു പറയുവാൻ ദൈവം എന്നെ സഹായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങളെക്കുറിച്ചൊരു ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിത്യരാജ്യത്തിലേക്കുള്ള നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമായി വരാൻ പോകുകയാണ്. അത് വിദൂരമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. നിത്യരാജ്യത്തിലേക്കുള്ള നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമായി വരാൻ പോകുകയാണ്. അത് അധികം നാളുകളില്ല. കാത്തിരുന്നുകൊള്ളുക. കർത്താവിന്റെ വരവ് ഏറ്റവും വേഗത്തിൽ തന്നെ സംഭവിക്കാൻ പോകുകയാണ്. ഇന്ന് ലോകം അതിന്റെ വഴിക്ക് പോകുന്നു. തിന്മാനും കുടിപ്പാനുമായി മനുഷ്യർ ജീവിക്കുകയാണ്. വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിന് വാങ്ങിച്ചും ഈ ലോകപ്രകാരമുള്ള എല്ലാ ആഡംബരങ്ങളിനകത്തും മനുഷ്യർ മുഴുകിയും ഒക്കെ പോകുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ നിൽക്കുന്ന യെരൂശലേം ദേവാലയത്തിന്റെ അവശിഷ്ടമായിട്ട് ദൈവം ഈ ശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ദേശത്തെ നിങ്ങൾക്കും ഇസ്രായേലിന്റെ ദൈവത്തെക്കുറിച്ചും നിങ്ങളുടെ മുന്നിൽ അതൊരു സാക്ഷ്യമായി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ചിട്ട് മരുഭൂമിയിലൂടെ ദൈവം നടത്തിയപ്പോൾ അവർക്ക് മന്ന കഴിക്കുവാൻ കൊടുത്തു. അങ്ങനെ അവരെ ഓരോ അത്ഭുതങ്ങളിലൂടെയും വഴി നടത്തിയത് നമ്മുടെ മോശയുടെ കയ്യിലിരുന്ന അഹറോന്റെ തളിർത്ത വടിയായിരുന്നു. അങ്ങനെ നിയമപെട്ടകത്തിൻ കർത്താവ് അവർക്ക് തോറ നൽകി 10 കൽപ്പനകളെ കൊടുത്തുകൊണ്ട് ഇസ്രായേൽ മക്കളെ പരിപാലിച്ചതിന്റെ ഓർമ്മയായിട്ട് കർത്താവ് പറഞ്ഞു, മന്നയിട്ടൊരു പാത്രത്തിൽ ശേഖരിച്ചു വെച്ചുകൊള്ളുക. ഈ നിയമപെട്ടകത്തിനകത്ത് ദൈവത്തിന്റെ കൽപ്പനകളെ വെച്ചുകൊള്ളുക. അഹറോന്റെ തളിർത്ത വടിയെ നീ അതിനകത്ത് വെക്കണം. കാരണം ഇസ്രായേലിന്റെ ഓർമ്മയ്ക്ക്, ആ ശേഷിപ്പിന് വേണ്ടിയിട്ട്, ഇസ്രായേൽ സന്തതിക്ക് നാൾക്ക് നാൾ കഴിയും തോറും അവരുടെ വലത് കൈമേലും നെറ്റിമേലും അടയാളം കെട്ടിവെക്കണം. നിങ്ങൾ ഈ എന്റെ വചനത്തെ നിങ്ങൾ വെച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ജനം ചോദിക്കും, നിന്റെ സന്തതി ചോദിക്കും, ഇതാരാണ്, ഇതെന്തിനാണ് നമ്മൾ വലത് കൈമേൽ ഈ അടയാളം കെട്ടുന്നത്, എന്തിനാണ് നെറ്റിമേൽ ഈ അടയാളം കെട്ടുന്നത് എന്ന് പറഞ്ഞ് എന്റെ സന്തതി ചോദിക്കുമ്പോൾ ആ സന്തതിക്ക് ഒരു മറുപടിയായി മാറണം. നീ വലതു കൈമേൽ നെറ്റിമേലും കെട്ടുന്നത് ഇസ്രായേലിന്റെ ദൈവം, സർവശക്തനായ ദൈവം ഇസ്രായേലിൽ നിന്നും ഞങ്ങളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന് ഞങ്ങളെ മോറിയാ മലയിൽ ഞങ്ങളെ ഹോരേ പർവ്വതത്തിൽ വെച്ച് ഞങ്ങൾക്ക് തന്ന തോറയുടെ ഓർമ്മപ്പെടുത്തലാണ് ദൈവം എന്ന് പറയുന്നത്. ഇസ്രായേലിനൊരു ദൈവമുണ്ട്, ഇസ്രായേലിനൊരു രാജാവുണ്ട്. ലോകത്തിൽ നിന്നും ഈ ജനത വേറൊരു ജാതിയാണ്, വിശിഷ്ട ജാതിയാണ്. അതുകൊണ്ടാണ് 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഇസ്രായേലിനെ പോലൊരു ജാതി ഈ ലോകത്ത് വേറെയുണ്ടോ എന്നാണ് ദാവീദ് ചോദിക്കുന്നത്. ഇസ്രായേലിന് ആ വാക്യം പറ്റുമെങ്കിൽ ആരെങ്കിലും ഒന്ന് എഴുതിയിട്ടാൽ വളരെ ഉപകാരമായിരുന്നു. അങ്ങനെ ചോദിക്കുകയാണ് ദൈവം, ഇസ്രായേലിനെ പോലെ ഇതുപോലൊരു ജാതി ലോകത്ത് വേറെയുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, ആ ജാതിയോടൊപ്പമാണ് നിങ്ങളെ കൊണ്ട് ദൈവം ഒട്ടിച്ചു വെക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ആ അവകാശത്തിലേക്കാണ് നിങ്ങളെ കടത്തിക്കൊണ്ട് പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. പ്രിയ സഹോദരങ്ങളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞല്ലോ. ഇന്നീ കാണുന്ന യഹൂദന്മാർ, ഇന്നീ കാണുന്ന ഇസ്രായേൽ മക്കൾ, ഇന്നീ കാണുന്ന വിലാപ മതിൽ, ഇത് ഞാൻ കുറെ നാളുകൾ നാട്ടിലായിരുന്ന സമയത്ത് എന്റെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടന്നതാണ്. ഈ നാട്ടിലായിരുന്ന സമയത്ത് യഹൂദന്മാരെ കാണുന്ന സമയത്ത് എന്റെ ഹൃദയം പിടയുമായിരുന്നു. അവരുടെ ഇടയിലൂടെ ഒന്ന് നടക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ. എന്റെ സ്വർഗത്തിലെ അപ്പൻ അവരുടെ സന്തതിയായിട്ടല്ലോ ജനിച്ചത്. യേശുവ ജനിച്ചപ്പോൾ യഹൂദ ഗോത്രത്തിന്റെ സന്തതിയായിട്ട് ജനിച്ച് ഇവരുടെ ഇടയിൽ കൂടെ പാർത്തുവല്ലോ എന്ന് പറഞ്ഞ് ഓർത്തിട്ട് ഞാൻ എന്റെ കർത്താവിനെ അവരുടെ ഓരോരുത്തരുടെയും നോട്ടത്തിലൂടെ എന്റെ അപ്പനെന്റെ തിരക്കുമായിരുന്നു. അന്ന് യേശുവ ഭൂമിയിൽ ജനിച്ചപ്പോൾ എങ്ങനെ ഇരുന്നിരിക്കണം എന്ന് പറഞ്ഞു ഓരോ യഹൂദനെയും നോട്ടത്തിലൂടെ ഞാൻ തിരക്കുമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, അവരെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഓരോ സെക്കൻഡുകളും ഇസ്രായേൽ എന്ന് കേട്ടുകഴിഞ്ഞാൽ എന്റെ ആത്മാവ് തുടിക്കുമായിരുന്നു, എന്റെ പ്രാണൻ തുടിക്കുമായിരുന്നു, എന്റെ ശരീരങ്ങളിൽ വല്ലാത്തൊരു വികാരം തന്നെയായിരുന്നു. യെരൂശലേം എന്ന് കേൾക്കുമ്പോൾ എന്റെ ഹൃദയം പൊട്ടിപ്പൊട്ടി കരയുമായിരുന്നു.
תשכח ימיני אם אשכח ירושלים עין לא יעלה ירושלים אוי אוי שמחוסי אוי לא יעלה ירושלים אוי אוי שמחוסי ദിബാ തോദാ മോത്തിക് തോദാ 2 ശമൂവേൽ 7:23 അവിടുത്തേക്ക് ജനമായി വീണ്ടെടുപ്പാനും അവിടുത്തേക്ക് ഒരു നാമം സമ്പാദിപ്പാനും അവിടുന്ന് ചെന്നിരിക്കുന്ന അവിടുത്തെ ജനമായ ഇസ്രായേലിന് തുല്യമായി ഭൂമിയിൽ ഏതൊരു ജാതിയുള്ളൂ ഭൂമിയിൽ ഏതൊരു ജാതി എന്നാ ചോദിച്ചിരിക്കുന്നത് ദൈവമേ അവിടുന്ന് മിസ്രൈമിൽ നിന്നും ജാതികളുടെയും അവരുടെ ദേവന്മാരുടെ അവകാശത്തിൽ നിന്നും അവിടുത്തേക്കായി വീണ്ടെടുത്തിരിക്കുന്ന അവിടുത്തെ ജനം കാണുകയെ അവർക്ക് വേണ്ടി വൻ കാര്യങ്ങളെയും അവരുടെ ദേശത്തിന് വേണ്ടി ഭയങ്കര കാര്യങ്ങളെയും പ്രവർത്തിച്ചുവല്ലോ ഇസ്രായേലിനെ പോലൊരു ജാതിയും ഈ ഭൂമിയിൽ അവർക്ക് തുല്യമായി വേറൊരു ജാതി ഭൂമിയിലുണ്ടോ എന്നാ ചോദിക്കുന്നത്. എന്നിട്ടാണ് പിന്നീട് എന്റെ പ്രിയ സഹോദരങ്ങൾ, ഇത് ദൈവത്തിന്റെ വചനമാണ്, ഇതിനെ മാറ്റിമറിച്ചു വെക്കാൻ ഈ ലോകത്തിൽ കഴിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ ഇത് ദാവീദ് പറഞ്ഞൊരു കാര്യമാണ്. ആ സന്തതി പരമ്പരയിലാണ് ദാവീദും ജനിച്ചു വന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക എന്റെ പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ ഇസ്രായേലിനെ തുടിപ്പായി കൊണ്ട് നടന്ന ഒരാളാണ് ഞാൻ. ആ ഇസ്രായേലിനോടുള്ള സ്നേഹവും ആ യെരുശലേമിനോടുള്ള പ്രണയവും വേറൊന്നും കൊണ്ടല്ല പ്രിയ സഹോദരങ്ങളെ, എന്റെ കർത്താവ് ആ യെരുശലേമിനെ പ്രണയിച്ചത് കൊണ്ടാണ്. യെരുശലേമിനെ നോക്കി എന്റെ അപ്പൻ കണ്ണുനീർ വാർത്തിരുന്നുവെങ്കിൽ നിശ്ചയമായും ആ പ്രണയത്തിന്റെ ആഴങ്ങൾ എത്രമാത്രം വലുതായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. യെരുശലേം പുത്രിമാരെ ഓർത്ത് ദൈവം കരയുന്നുണ്ട്, യെരുശലേമിനെ ഓർത്ത് കർത്താവ് കരയുന്നുണ്ട്. ദൈവവചനം സാക്ഷാൽ എഴുതി വെച്ചിരിക്കുന്നു, യെരുശലേമേ ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എന്റെ വലം കൈ മറന്നു പോകട്ടെ. യെരുശലേമേ എന്റെ സന്തോഷങ്ങളിൽ മുഖ്യ സന്തോഷമായി ഞാൻ നിന്നെ ഓർക്കാതിരുന്നു കഴിഞ്ഞാൽ എന്റെ നാക്ക് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ എന്ന് പറഞ്ഞ. അപ്പോൾ ഓരോ സെക്കൻഡുകളിലും ദൈവത്തിന്റെ ഹൃദയ തുടിപ്പായി യെരുശലേം നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ തുടിപ്പായി അത് മാറിക്കൂടാ? നിങ്ങൾ അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ആ യെരുശലേം ഓർക്കപ്പെടേണ്ടതാണെന്നുള്ളത് കൊണ്ടുമാണ് പ്രിയ സഹോദരങ്ങളെ ദൈവവചനത്തിൽ അത് യെരുശലേം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്തിനാ ഓരോ ദിവസവും വന്നിട്ട് ഞാൻ റീന ഫ്രാൻസിസ് യെരുശലേമിൽ നിന്നും എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുന്നത്? നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളത് ഓർക്കണം. ആ യെരുശലേമിനെ നിങ്ങൾ മറന്നു പോകരുത്. ഒരു സെക്കൻഡ് പോലും നിങ്ങൾ മറന്നു പോകരുത്. ഹൃദയത്തിന്റെ തുടിപ്പായി യെരുശലേം നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, കുറഞ്ഞു പോകില്ല. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇസ്രായേൽ മക്കളെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ, ഞാൻ യെരുശലേമിനെ ഓരോ ദിവസവും ഓർക്കാൻ തുടങ്ങിയപ്പോൾ, യെരുശലേമിന്റെ നഗരത്തിലൂടെ നടക്കുന്നത് എന്റെ ആനന്ദമായി ഞാൻ മാറ്റി. കണ്ണുനീര് കൊണ്ട് ഞാൻ കുളിക്കുമായിരുന്നു ഓരോ ദിവസവും യെരുശലേമിന്റെ വഴിത്താരകളിലൂടെ നടക്കുന്നതിന് വേണ്ടി. ഞാൻ അപ്പനോട് നിലവിളിച്ച നാളുകൾ എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. അപ്പാ എന്നെ ഒന്ന് കൊണ്ടുപോപ്പാ, എന്നെ ഒന്ന് കൊണ്ടുപോപ്പാ, ആ തെരുവോരങ്ങളിലൂടെ ഞാൻ നടക്കട്ടെ അപ്പാ, എന്നെ ഒന്ന് കൊണ്ടുപോപ്പാ, ഞാൻ അപ്പന്റെ പൊന്നല്ലേപ്പാ, ഞാൻ അപ്പന്റെ മുത്തല്ലേപ്പാ, അപ്പൻ എന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞില്ലേപ്പാ യെരുശലേമിലേക്ക്, എന്നെ കൊണ്ടുപോപ്പാ, അപ്പന്റെ നാടല്ലേപ്പാ എന്ന് പറഞ്ഞ് എത്ര നാളുകൾ ഞാൻ എന്റെ കണ്ണുനീര് ഒഴുക്കിയിട്ടുണ്ടെന്ന് അറിയാമോ പ്രിയ സഹോദരങ്ങളെ. എന്നിട്ട് ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി, യെരുശലേമിൽ നടക്കുന്നത് സ്വപ്നം കാണാൻ തുടങ്ങി, യഹൂദന്മാരുടെ കൂടെ ഇരിക്കുന്നത് സ്വപ്നം കാണാൻ തുടങ്ങി, അവരുടെ ഒപ്പം ഇരുന്ന് പാട്ടുപാടുന്നത് സ്വപ്നം കാണാൻ തുടങ്ങി, ഞാൻ കുഞ്ഞുങ്ങളെ എടുത്തു വെച്ച് കളിക്കുന്നത് സ്വപ്നം കാണാൻ തുടങ്ങി ഞാൻ. അങ്ങനെ യെരുശലേം എന്റെ സ്വപ്നത്തിലെല്ലാം യെരുശലേം തന്നെയായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. എന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം മാനിച്ചു തന്നു. ഇന്ന് ഞാൻ യഹൂദന്മാരുടെ കൂടെ നടക്കുന്നു, ഇന്ന് യഹൂദ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് കളിപ്പിക്കുന്നു, ഇന്ന് യെരുശലേമിന്റെ നഗരത്തിലൂടെ ഞാൻ പാട്ടുകൾ പാടി നടക്കുന്നു, ഇന്ന് യെരുശലേമിന്റെ നഗരത്തിലിരുന്നു കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ സത്യവചനത്തെ വിളിച്ചു പറയുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ജീവിക്കുന്ന ഒരു സാക്ഷിയായിരുന്നു കൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇന്ന് നിങ്ങൾ യെരുശലേമിനെ മോഹിക്കുകയും വാഞ്ചിക്കുകയും ചെയ്യുന്നത് കേവലം യെരുശലേമിനോടുള്ള പ്രണയമല്ല, എന്റെ കർത്താവിന് യെരുശലേമിനോടുള്ള പ്രണയമാണ്. നിങ്ങൾക്കും യെരുശലേമിനെ പ്രണയിക്കാൻ തോന്നുന്നത്. എന്റെ കർത്താവിന് ഇസ്രായേൽ മക്കളോട് ശ്രേഷ്ഠമായത് കൊണ്ടാണ് നിങ്ങൾക്കും അവർ ശ്രേഷ്ഠമായി തോന്നുന്നത്. എന്റെ കർത്താവ് അവരെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് നിങ്ങളും ആ തെരഞ്ഞെടുപ്പിന്റെ അവകാശത്തിലേക്ക് കടക്കുവാൻ വാഞ്ചിക്കുന്നത്. അല്ലാതെ കേവലം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോടുള്ള കൂറ് മാത്രമല്ല പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ആ രാജ്യം ഇസ്രായേൽ മക്കളോട് ദൈവം നിങ്ങളെ കാട്ടൊലിവായ നിങ്ങളെ നാട്ടൊലിവായ
നാട്ടൊലിവിനോട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടൊലിവിനോട് പറ്റി നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ആ ജനത്തെ ഓർക്കുക, എല്ലായ്പ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇസ്രായേലിനെ ഓർക്കുക, യെരുശലേമിനെ ഓർക്കുക. വാഗ്ദത്ത ദേശത്തിലേക്ക് എത്രയും വേഗത്തിൽ കടക്കേണ്ടതിന് വേണ്ടിയിട്ട് കർത്താവേ, ഒലിവുമലയിൽ അവിടുന്ന് കാലി ചവിട്ടുന്നത് കാണുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. കാരണം കർത്താവ് ഒലിവുമലയിൽ കാലി ചവിട്ടുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണാൻ പോവുകയാണ്. ഈ തലമുറ തന്നെ ഇത് കണ്ടിരിക്കും എന്നുള്ളതിന് യാതൊരുവിധ മാറ്റവും ഇല്ല പ്രിയ സഹോദരങ്ങളെ. കർത്താവ് പറഞ്ഞത് മുഴുവനും സംഭവിക്കാൻ പോവുകയാണ്. കാഹളം കാതുകളിൽ കേട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. യേശുവാരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ട് പായുകയായി. യേശുവാരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ട് പായുകയായി. കാഹളം കാതുകളിൽ കേട്ടിടാറായി. കർത്താവിന്റെ വരവ് വരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് പാടുന്നത്. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. ആക്ച്വലി എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് എന്താണെന്ന് അറിയാമോ പ്രിയ സഹോദരങ്ങളെ? ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ദേശത്തെ കൊതിച്ചതും വാഞ്ചിച്ചതിനേക്കാളും 10,000 മടങ്ങ് കർത്താവിന്റെ രാജ്യത്തെ ഞാൻ വാഞ്ചിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കർത്താവ് അന്ന് എനിക്ക് കാണിച്ചു തന്നൊരു കാര്യം എന്ന് പറയുന്നത് പുത്തൻ യെരുശലേം എന്താ പറയുക മണവാട്ടിയെ പോലെ ഇറങ്ങി വരും എന്നുള്ളത് കൊണ്ട് ആ പുത്തൻ യെരുശലേമിൽ കൊണ്ടുവന്നിട്ട് കർത്താവിനെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത്രത്തോളം കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ. എനിക്ക് അത് ഭയങ്കര കോൺഫിഡന്റ് ആണ്. നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോഴും എന്റെ കോൺഫിഡന്റ് എന്ന് പറയുന്നത് അത്രയ്ക്കും മാത്രമുണ്ട്. കാരണം കർത്താവ് ചുമ്മാതെ ഒന്നും തിരഞ്ഞെടുത്തതല്ല, കർത്താവ് വെറുതെ ഒന്നും ഒരു കാര്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തല്ല. ഇപ്പൊ കർത്താവിന് വേണ്ടി ജാകുമെന്ന് ചോദിച്ചാൽ ഞാൻ ജാകും. എന്റെ കർത്താവിനോടുള്ള പ്രണയം അത്രയ്ക്കും മാത്രമാണ് എനിക്ക്. എന്റെ കർത്താവിനോടുള്ള പ്രണയവും എന്റെ കർത്താവിനോടുള്ള സ്നേഹവുമാണ് എന്റെ കർത്താവിന്റെ മക്കളോടുള്ള പ്രണയം എനിക്ക്, എന്റെ കർത്താവിന്റെ രാജ്യത്തോടുള്ള പ്രണയം എനിക്ക്, എന്റെ കർത്താവ് യെരുശലേമിനോടുള്ള ആ പ്രണയവും എനിക്ക്. അതുകൊണ്ട് നിങ്ങൾക്കും അതുണ്ടായിരിക്കട്ടെ. കാരണം അപ്പന്റെ വരവ് ആഗതമായിരിക്കുകയാണ്. നിങ്ങളെ കർത്താവ് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം വിശ്വസ്തരായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. രൂത്തിനെ പോലെ എത്ര പേര് പറയാൻ തയ്യാറാകും, നിന്റെ ജനം എന്റെയും ജനം, നിന്റെ ദൈവം എന്റെയും ദൈവം എന്ന് രൂത്തിനെ പോലെ നിങ്ങൾ പറയാൻ തയ്യാറാണോ പ്രിയ സഹോദരങ്ങളെ? കനാന്യ സ്ത്രീ ഏറ്റു പറഞ്ഞതുപോലെ, കർത്താവേ, നായ്ക്കുട്ടികൾ പോലും യജമാനൻ മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനെറുക്കുകൾ കൊണ്ട് ഉപജീവിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞതുപോലെ പറയാൻ നിങ്ങൾ തയ്യാറാണോ പ്രിയ സഹോദരങ്ങളെ? രാഹാബ് സ്ത്രീ എന്തുവാ ഒറ്റുകാരുടെ ഒപ്പം നിന്നുകൊണ്ട് അവൾക്ക് മനസ്സിലായി, മിസ്രൈം എന്ന ദേശത്ത് മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിനാരാധന, മിസ്രൈം എന്ന ദേശത്ത് മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിനാരാധന. മിസ്രൈം എന്ന ദേശത്ത് മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തെ കേട്ടു മനസ്സിലാക്കിയ രാഹാബ് എന്ന വേശ്യ എറ്റുകാരന്മാരെ കൈക്കൊണ്ടിട്ട് ഇപ്രകാരം പറഞ്ഞു, മിസ്രൈം എന്ന ദേശത്ത് ഞാൻ മുഴങ്ങി കേൾക്കുന്ന ആ ശബ്ദം, ആ ദൈവത്തെ വഴിപ്പെടുവാൻ ഞാനും തയ്യാറാണ്, നിങ്ങളുടെ ഒപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞു ഒറ്റുകാരെ അവൾ കൈക്കൊണ്ടതുകൊണ്ട് ഇന്ന് അവൾ യൂദാ ഗോത്രത്തിന്റെ അവകാശത്തിലേക്ക് കടന്നു. പ്രിയ സഹോദരങ്ങളെ, നിന്റെ ജനം എന്റെ ജനം എന്ന് പറഞ്ഞുകൊണ്ട്, നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് രൂത്ത് തയ്യാറായപ്പോൾ അവൾ യൂദാ ഗോത്രത്തിന്റെ അവകാശത്തിലേക്ക് കടന്നു. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ ഇതുപോലെ യൂദാ ഗോത്രത്തിന്റെ അവകാശത്തിലേക്ക് കടക്കാൻ ദൈവം നിങ്ങൾക്കും ഭാഗ്യം തന്നിട്ടുണ്ട്. വേഗത്തിൽ ആ അവകാശത്തിലേക്ക് കടന്നുകൊള്ളുക, നാളുകൾ വിദൂരമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. പ്രിയ സഹോദരങ്ങൾ, ഒത്തിരി സന്തോഷമുണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ ഫോണിനകത്ത് ജെറുസലേമിനെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തന്നിട്ട് ഈ ദൈവവചനത്തിൽ നിന്നും ഇങ്ങനെ പറയുവാൻ ദൈവം. ഹാപ്പി ബർത്ത്ഡേ. ആരാണ് നമ്മുടെ ബർത്ത്ഡേ ഇന്ന്? ബർത്ത്ഡേ കുട്ടി ആരാണ്? അയ്യോ ആരാണ്? പേര് അതിനു മുമ്പേ പോയല്ലോ. ഒരു മിനിറ്റ്. മിനി ഗോപൻ. ഹാപ്പി ബർത്ത്ഡേ മുത്തേ. തീർച്ചയായിട്ടും മിനി ഗോപൻ, ഈ പേര് വിളിക്കുമ്പോ തന്നെ ദൂതന്മാര് ഇന്ന് സ്പെഷ്യലായിട്ട് ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ്. അപ്പൊ എനിക്ക് പണ്ട് ബിസിൽ തന്നതുപോലെ അതെ മിനി ഗോപൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തേക്കണേ.
വിനി ഗോപൻ എത്രയും പെട്ടെന്ന് തന്നെ ഇന്ന് കർത്താവിനോട് ഗിഫ്റ്റ് ചോദിക്കുക. ഇന്ന് എന്റെ ബർത്ത്ഡേ എനിക്ക് ഗിഫ്റ്റ് താപ്പ എന്ന് പറഞ്ഞ് ചോദിക്കുക. സത്യത്തിൽ ഞാൻ എന്താ പറയുന്നത്, പണ്ട് എന്തുവാ ഇത് കർത്താവിനോട് എന്റെ ബർത്ത്ഡേക്ക് ഞാൻ ചോദിച്ചത് വലുതായിട്ടൊന്നും ചോദിച്ചില്ലെങ്കിൽ ഞാൻ വിസിൽ ചോദിച്ചു. അതുപോലെ മിനി ഗോപൻ ഇന്ന് നല്ല കോൺഫിഡന്റ് ആയിട്ട് അപ്പനോട് ധൈര്യമായിട്ട് ചോദിക്കുക, അപ്പ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, എനിക്ക് അപ്പ ഇന്ന് സാധനം തന്നേ പറ്റത്തോളം എന്ന് പറഞ്ഞ് ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിച്ചു മേടിക്കും കേട്ടോ. അപ്പ ഇത്രയും പെട്ടെന്ന് മിനി ഗോപന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണേ. അപ്പോൾ യോമുലേത് സമയ. ഓക്കെ, അപ്പോൾ സഹോദരങ്ങളെ ഞാനൊന്ന് നടക്കട്ടെ, നമുക്ക് നടന്നങ്ങോട്ട് പോകാം. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും, കർത്തൃക്കാഹളം യുഗാന്ത്യ കാലത്തിങ്കൽ ധ്വനിക്കുമ്പോൾ പാർത്തലെ രക്ഷിക്കപ്പെട്ടൊരക്കരെ കൂടി ആകാശെ പേർ വിളിക്കും നേരം കാണും എൻ പേരും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. അല്ലേ? ഓ, പേർ വിളിക്കും നേരം കാണും നമ്മുടെ പേരും. പേർ വിളിക്കും നേരം കാണും നമ്മുടെ പേരും. ആമേൻ, 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 ആമേൻ. നമ്മുടെ വിശ്വാസത്തെ ഒരു മനുഷ്യർക്കും തകർക്കാൻ പറ്റില്ല പ്രിയ സഹോദരങ്ങളെ. കാരണം പ്രത്യേകിച്ചും എൻ്റെ വിശ്വാസത്തെ ഒരു മനുഷ്യർക്കും തകർക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഞാൻ വിശ്വാസത്തിൽ ചാടിയും ഓടിയും നടന്നും കിടന്നും ഒക്കെ വന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസത്തെ തകർക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ജീവിച്ചിരിക്കുന്ന സാക്ഷിയാണ്. അപ്പോൾ ഇതൊക്കെ സത്യമാണോ, യാഥാർത്ഥ്യമാണോ, നിത്യത എന്ന് പറയുന്നത് ഒന്നുണ്ടോ? കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമാണെന്നൊക്കെ പറയുന്നത് കർത്താവ് ഒലിവുമലയിൽ വരുമോ, കാല് ചവിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് സംശയത്തോടു കൂടി നോക്കി നിൽക്കുന്നവരുടെ ഒക്കെ മുമ്പിൽ വലിയൊരു ഉത്തരം തന്നെയായിരുന്നു ഞാൻ എന്നുള്ളതാണ്. ഉത്തരം തന്നെയായിരുന്നു, ഉത്തരം തന്നെയാണ് എന്നുള്ളതും കൂടിയാണ് ഞാൻ. കാരണം ഞാൻ ജീവിക്കുന്ന ഒരു സാക്ഷിയാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല പ്രിയ സഹോദരങ്ങളെ, കർത്താവ് വരുമെന്നുള്ളതും. കാരണം ഒന്നും കാണാതെ കർത്താവ് എന്നെ ഇവിടെ കൊണ്ടാക്കില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ ഈ എന്താ പറയുന്ന യെരുശലേമിന്റെ ഈ പട്ടണത്തിൽ കയറുന്നതിന് മുമ്പേ ഞാൻ ടെല്ലവിയിൽ വെച്ച് കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, കർത്താവേ, എന്നെ അപ്പനാ കൊണ്ടുവന്നതെങ്കിൽ എന്റെ സ്വർഗത്തിലെ വലിയവനായ ദൈവം കർത്താവിന്റെ രാജ്യത്തിന്റെ അന്ത്യകാല സത്യങ്ങളെ ലോകത്തിൽ വിളിച്ചറിയിക്കേണ്ടതിന് കർത്താവിന്റെ സാക്ഷിയായി തീരുന്നതിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ടുവന്നതാണെങ്കിൽ എന്നെ യെരുശലേമിൽ കൊണ്ടുവന്ന് പാർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതും ഈ വിലാപം അതിന്റെ തൊട്ടടുക്കൽ തന്നെയാണ്. ഇവിടെ ദൈവം എനിക്കൊരു സ്ഥലം ഒരുക്കിയാൽ, ആലയത്തോട് ഹന്ന ചേർന്നിരുന്നത് പോലെ എനിക്ക് ചേർന്നിരിക്കാൻ ദൈവം അവസരം തന്നാൽ ഞാൻ വിശ്വസിക്കും എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ കൊണ്ടുവന്നതാണ്, കർത്താവിന്റെ വചനത്തിന്റെ നിവൃത്തി തന്നെയാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു അടയാളം വെച്ചപ്പോൾ ഗിദെയോനെ യുദ്ധത്തിന് കൊണ്ടുപോകുന്നതിന് മുമ്പേ ഗിദെയോൻ അടയാളം വെച്ചിരുന്നു. ഗിദെയോൻ പറഞ്ഞു, ഞാൻ ഈ ആട്ടിൻ തോല് എന്ത് ചെയ്യാം, കൊണ്ടുപോയിട്ട് ഞാൻ നിലത്തിടാം. നിലത്തിടുന്ന സമയത്ത് നിലം നനഞ്ഞും ആട്ടിൻ തോല് ഉണങ്ങിയും ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അവസാനം അതുപോലെ സംഭവിച്ചു. പിന്നീട് ആട്ടിൻ തോല് വീണ്ടും നിലത്തിട്ടിട്ട് പറഞ്ഞു, ആട്ടിൻ തോല് നനഞ്ഞും നിലം ഉണങ്ങിയും ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും സംഭവിച്ചു. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷി തന്നെയാണ് ഞാൻ. അങ്ങനെ ഒരു അടയാളം വെച്ചിട്ടാണ് ഞാൻ യെരുശലേം